In this video, I'll explain about Directive Principles of State Policy. ഭരണഘടനയുടെ പാർട്ട് 4-ൽ ആർട്ടിക്കിൾ 36 മുതൽ 51 വരെ DPSP അഥവാ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഉൾപ്പെടുത്തിയിരിക്കുന്നു. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ജനങ്ങൾക്ക് വേണ്ടി സ്റ്റേറ്റിന് നൽകുന്ന മാർഗനിർദ്ദേശങ്ങളാണ് DPSP അഥവാ നിർദ്ദേശക തത്വങ്ങൾ. DPSP എന്ന ഈ ആശയം ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും കടമെടുത്തതാണ്. ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇവ സ്പാനിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും ഉൾക്കൊണ്ടു. ഇന്ത്യൻ ഭരണഘടനയുടെ പുതിയ സവിശേഷതകൾ എന്നാണ് ഡോക്ടർ BR അംബേദ്കർ DPSPയെ വിശേഷിപ്പിച്ചത്. ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് DPSPയെ കൺസേൺസ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ശരിയും തെറ്റും മനസ്സിലാക്കാനുള്ള ഭരണഘടനയുടെ സവിശേഷതകൾ എന്നാണ് ഗ്രാൻവിലെ ഓസ്റ്റിൻ വിശേഷിപ്പിച്ചത്. ഫിലോസഫി ഉൾക്കൊണ്ടിട്ടുള്ളതിനാൽ തന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സും DPSPയും ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് അഥവാ സോൾ ആയി കണക്കാക്കപ്പെടുന്നു. Here, DPSPs are directions given by the Constitution of India to the state for the people, and fundamental rights are the rights given by the Constitution of India to the people against the state. Next is features of DPSP. First one, നയങ്ങൾ രൂപീകരിക്കുമ്പോഴും നിയമങ്ങൾ നടപ്പാക്കുമ്പോഴും സ്റ്റേറ്റ് ഉൾക്കൊള്ളേണ്ട ആശയങ്ങളെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന വാചകം സൂചിപ്പിക്കുന്നു. ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിൽ സ്റ്റേറ്റിന് നൽകുന്ന ഭരണഘടനാപരമായ നിർദ്ദേശങ്ങളോ ശുപാർശകളോ ആണ് DPSP. ആർട്ടിക്കിൾ 36 പ്രകാരം പാർട്ട് 3-ലെ ഫണ്ടമെന്റൽ റൈറ്റ്സിലെ സ്റ്റേറ്റ് എന്ന വേർഡിന്റെ അതേ അർത്ഥം തന്നെയാണ് പാർട്ട് 4-ലെ സ്റ്റേറ്റ് എന്ന വേർഡിനും. ആർട്ടിക്കിൾ 36ഉം ആർട്ടിക്കിൾ 12ഉം സ്റ്റേറ്റിനെ സൂചിപ്പിക്കുന്നു. അതിനാൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിയമനിർമ്മാണ എക്സിക്യൂട്ടീവ് വിഭാഗങ്ങളും എല്ലാ പ്രാദേശിക അധികാരികളും രാജ്യത്തെ മറ്റെല്ലാ പൊതു അധികാരികളും ഇതിൽ ഉൾപ്പെടുന്നു. സെക്കൻഡ് വൺ, ഡയറക്റ്റീവ് തത്വങ്ങൾ 1935-ലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ വിവരിച്ചിരിക്കുന്ന ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് പോലെയാണ്. 1935-ലെ ഇന്ത്യൻ ഗവൺമെന്റ് ആക്ട് പ്രകാരം ബ്രിട്ടീഷ് സർക്കാർ ഗവർണർ ജനറലിനും ഇന്ത്യയിലെ കോളനികളിലെ ഗവർണർമാർക്കും നൽകിയ നിർദ്ദേശങ്ങളുമായി സാമ്യമുള്ളതാണ് DPSP എന്ന് ഡോക്ടർ BR അംബേദ്കർ വ്യക്തമാക്കിയിട്ടുണ്ട്. 1935-ലെ ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിന്റെ മറ്റൊരു പേര് മാത്രമാണ് DPSP. ഇവ തമ്മിലുള്ള ഏക വ്യത്യാസം ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്നത് ഭരണനിർവഹണത്തിന് മാത്രമായിരുന്നുവെങ്കിൽ DPSP എന്നത് ഭരണനിർവഹണത്തിനും നിയമനിർമ്മാണത്തിനും ഉള്ള നിർദ്ദേശങ്ങളാണ്. തേർഡ് വൺ, ഒരു ആധുനിക ജനാധിപത്യ രാഷ്ട്രത്തിനായുള്ള വളരെ സമഗ്രമായ സാമ്പത്തികവും സാമൂഹികവും രാഷ്ട്രീയവുമായ പ്രോഗ്രാമുകൾ DPSPയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശിക്കുന്ന നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ഉയർന്ന ആശയങ്ങൾ സാക്ഷാത്കരിക്കുക എന്നതാണ് DPSP ലക്ഷ്യമിടുന്നത്. കൊളോണിയൽ കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്ന ഒരു പോലീസ് സ്റ്റേറ്റിനു പകരം വെൽഫെയർ സ്റ്റേറ്റ് അഥവാ ക്ഷേമരാഷ്ട്രം എന്ന ആശയം DPSP ഉൾക്കൊള്ളുന്നു. ചുരുക്കത്തിൽ DPSP എന്ന ആശയം രാജ്യത്ത് സാമ്പത്തികവും സാമൂഹികവുമായ ജനാധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. ഫോർത്ത് വൺ, ആർട്ടിക്കിൾ 37 സൂചിപ്പിക്കുന്നു. DPSP നോൺ ജസ്റ്റീഷ്യബിൾ ആണ്, അതായത് അവ ലംഘിക്കപ്പെട്ടാൽ കോടതിയിലൂടെ നിയമപരമായി നടപ്പിലാക്കാൻ കഴിയില്ല. അതിനാൽ ഗവൺമെന്റിന് അവ നടപ്പിലാക്കാൻ നിർബന്ധിക്കാനാവില്ല. എന്നിരുന്നാലും ഈ തത്വങ്ങൾ ഒരു രാജ്യത്തിന്റെ ഭരണത്തിൽ അടിസ്ഥാനപരമാണ് എന്നും നിയമനിർമ്മാണത്തിൽ DPSP ഉൾപ്പെടുത്തേണ്ടത് സ്റ്റേറ്റിന്റെ കടമയാണ് എന്നും ആർട്ടിക്കിൾ 37 വ്യക്തമാക്കുന്നു. കോർട്ടിലൂടെ എൻഫോഴ്സ് ചെയ്യാൻ കഴിയില്ലെങ്കിലും DPSP സ്റ്റേറ്റുമായി ഇന്നർവേ ബൈൻഡഡ് ആണ്. അതായത് സ്റ്റേറ്റ് ലോസ് നിർമ്മിക്കുമ്പോൾ DPSP ഉൾപ്പെടുത്തണം എന്നത് സ്റ്റേറ്റിന്റെ കടമയാണ്. DPSPയുമായി ചേർന്നു പോകാത്ത നിയമങ്ങൾ സ്റ്റേറ്റ് നിർമ്മിക്കരുത് എന്നും പകരം DPSPക്ക് പ്രാധാന്യം കൊടുക്കണം എന്നും ആർട്ടിക്കിൾ 37 സൂചിപ്പിക്കുന്നു. ഫിഫ്ത് വൺ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് നോൺ ജസ്റ്റീഷ്യബിൾ ആണെങ്കിലും ഒരു നിയമത്തിന്റെ ഭരണഘടനാ സാധുത അഥവാ കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി പരിശോധിക്കുന്നതിനും നിർണയിക്കുന്നതിനും DPSP കോടതികളെ സഹായിക്കുന്നു. ഒരു നിയമത്തിന്റെ ഭരണഘടനാ സാധുത പരിശോധിക്കുമ്പോൾ ആ നിയമം DPSP പ്രാബല്യത്തിൽ വരുത്തുവാൻ നിർദ്ദേശിക്കുന്നുവെങ്കിൽ
അത്തരം നിയമങ്ങൾ ആർട്ടിക്കിൾ 14 അല്ലെങ്കിൽ ആർട്ടിക്കിൾ 19 ബേസിസിൽ നിയമപരമായി വാലിഡ് ആണ് അഥവാ ആ നിയമത്തെ നിയമമായി കണക്കാക്കാം എന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അത്തരം നിയമങ്ങളെ ഭരണഘടനാ വിരുദ്ധതയിൽ നിന്നും സംരക്ഷിക്കുക എന്നതാണ് കോടതിയുടെ ലക്ഷ്യം. അതിനാൽ സുപ്രീം കോടതി ഇക്കാര്യം പലതവണ പരാമർശിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഈസ് ക്ലാസിഫിക്കേഷൻ ഓഫ് ദി ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. ഭരണഘടനയിൽ DPSPയുടെ ക്ലാസിഫിക്കേഷൻ ഉൾപ്പെടുത്തിയിട്ടില്ല. എന്നിരുന്നാലും അവയുടെ കണ്ടന്റിന്റെ അടിസ്ഥാനത്തിൽ DPSPയെ സോഷ്യലിസ്റ്റിക്, ഗാന്ധിയൻ ആൻഡ് ലിബറൽ ഇന്റലക്ച്വൽ എന്നിങ്ങനെ 3 വിശാലമായ ഭാഗങ്ങളായി തിരിക്കാം. ഫസ്റ്റ് വൺ, സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിൾസ്. DPSP സോഷ്യലിസത്തിന്റെ പ്രത്യയശാസ്ത്രത്തെ സൂചിപ്പിക്കുന്നു. ഇവ ഒരു ജനാധിപത്യ സോഷ്യലിസ്റ്റ് രാഷ്ട്രത്തിന്റെ അടിസ്ഥാനമായി പ്രവർത്തിക്കുന്നു. സാമൂഹികവും സാമ്പത്തികവുമായ നീതിയിലൂടെ ഒരു വെൽഫെയർ സ്റ്റേറ്റ് എന്ന ആശയത്തിൽ എത്തിച്ചേരുവാൻ DPSP സഹായിക്കുന്നു. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഈസ് ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ്. ഈ തത്വങ്ങൾ ഗാന്ധിയൻ പ്രത്യയശാസ്ത്രത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഗാന്ധിജിയുടെ സ്വപ്നങ്ങൾ നിറവേറ്റുന്നതിനായി നാഷണൽ മൂവ്മെന്റിന്റെ സമയത്ത് അദ്ദേഹം മുന്നോട്ട് വെച്ച ചില ആശയങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഈസ് ലിബറൽ ഇന്റലക്ച്വൽ പ്രിൻസിപ്പിൾസ്. ഈ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള നിർദ്ദേശങ്ങൾ ലിബറലിസത്തിന്റെ ഐഡിയോളജിയെ പ്രതിനിധീകരിക്കുന്നു. ലക്ഷ്മികാന്ത് പോളിറ്റിയിൽ DPSPയിൽ ആർട്ടിക്കിൾ 38 മുതൽ 51 വരെയുള്ള ആർട്ടിക്കിളുകൾ സോഷ്യലിസ്റ്റിക്, ഗാന്ധിയൻ ആൻഡ് ലിബറൽ ഇന്റലക്ച്വൽ എന്നിങ്ങനെ 3ആയി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സെയിം ആർട്ടിക്കിൾസിന്റെ റെപ്പറ്റീഷൻ ഒഴിവാക്കുന്നതിനായി ഈ വീഡിയോയിൽ ആർട്ടിക്കിൾ 38 to 51 വരെ ഓർഡറിൽ തന്നെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആർട്ടിക്കിൾ 38. ആർട്ടിക്കിൾ 38 സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിളിൽ ഉൾപ്പെടുന്നു. നീതിയുക്തമായ ഒരു സോഷ്യൽ ഓർഡറിലൂടെ ജനങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുവാനും വരുമാനം, പദവി, അവസരങ്ങൾ, ഫെസിലിറ്റീസ് എന്നിവയിലെ ഇനിക്വാലിറ്റീസ് കുറയ്ക്കുന്നതിനും DPSP സ്റ്റേറ്റിന് നൽകുന്ന ഡയറക്ഷൻ ആണ് ആർട്ടിക്കിൾ 38ലൂടെ വ്യക്തമാക്കുന്നത്. ഇവിടെ സോഷ്യൽ ഓർഡർ എന്നത് സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയപരവുമായി നീതിയുക്തമായിരിക്കണമെന്ന് ആർട്ടിക്കിൾ 38 വ്യക്തമാക്കുന്നു. അത്തരത്തിലൊരു സോഷ്യൽ ഓർഡറിലൂടെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സ്റ്റേറ്റിന് നൽകുന്ന ഡയറക്ഷനാണ് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരു പോലീസ് സ്റ്റേറ്റിന് പകരം വെൽഫെയർ സ്റ്റേറ്റ് എന്ന ആശയമാണ് ആർട്ടിക്കിൾ 38 പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത്. കർഷകർക്കുള്ള സഹായം, കുട്ടികൾക്കുള്ള മിഡ് ഡേ മീൽ പ്രോഗ്രാം, ഫ്രീ ലീഗൽ എയ്ഡ്, റിസർവേഷൻ, ഈക്വൽ പേ ആൻഡ് ഈക്വൽ വർക്ക് ഫോർ മെൻ ആൻഡ് വുമൺ തുടങ്ങിയവ ഇത്തരത്തിലുള്ള സോഷ്യൽ ഓർഡറിലൂടെ നിലവിൽ വരുന്ന സ്റ്റേറ്റ് ലോസിനെ സൂചിപ്പിക്കുന്നു. നെക്സ്റ്റ് ഈസ് ആർട്ടിക്കിൾ 39. ആർട്ടിക്കിൾ 39 സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിളിൽ ഉൾപ്പെടുന്നു. ആർട്ടിക്കിൾ 39ൽ 6 കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു. ഫസ്റ്റ് വൺ, ലൈവ്ലിഹുഡ് ഫോർ ഓൾ സിറ്റിസൺസ്, അഥവാ എല്ലാ സിറ്റിസൺസിനും മതിയായ ഉപജീവന മാർഗത്തിനുള്ള അവകാശം ഉറപ്പാക്കുക. സെക്കൻഡ് വൺ, ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ, അഥവാ പൊതു നന്മയ്ക്കായി സമൂഹത്തിലുള്ള ഭൗതിക വിഭവങ്ങളുടെ തുല്യമായ വിതരണം നടത്തുക. തേർഡ് വൺ, പ്രിവെൻഷൻ ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത്, അഥവാ സമ്പത്തും ഉൽപാദന മാർഗങ്ങളും ഒരിടത്ത് തന്നെ കേന്ദ്രീകരിക്കുന്നതിനെ പ്രതിരോധിക്കുക. അതായത് എക്കണോമി ഒരു സ്ഥലത്ത് മാത്രം കേന്ദ്രീകരിക്കുന്നതിനെ തടയുക. ഫോർത്ത് വൺ, ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്, അഥവാ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും തുല്യ ജോലിക്ക് തുല്യമായ ശമ്പളം നൽകുക. ഫിഫ്ത്ത് വൺ, പ്രിവെൻഷൻ ഓഫ് ഫോഴ്സിബിൾ അബ്യൂസ്, അതായത് നിർബന്ധിത ദുരുപയോഗം തടയുക, അഥവാ നിർബന്ധിത ദുരുപയോഗത്തിനെതിരെ തൊഴിലാളികളുടെയും കുട്ടികളുടെയും ആരോഗ്യവും ശക്തിയും സംരക്ഷിക്കുക. സിക്സ്ത് വൺ, ഹെൽത്ത് ഓഫ് ചിൽഡ്രൻ, അതായത് കുട്ടികളുടെ ആരോഗ്യകരമായ വികസനത്തിനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുക. എക്കണോമിക് നെസസിറ്റിക്ക് വേണ്ടി ഒരാളുടെ ഹെൽത്ത്, ഏജ് ഓർ സ്ട്രെങ്ത് കണക്കിലെടുക്കാതെ ജോലി ചെയ്യാൻ നിർബന്ധിക്കുവാൻ പാടില്ല എന്നത് ആർട്ടിക്കിൾ 39 വ്യക്തമാക്കുന്നു. നെക്സ്റ്റ് ഈസ് ആർട്ടിക്കിൾ 39A. ആർട്ടിക്കിൾ 39A സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിളിൽ ഉൾപ്പെടുന്നു. ഈക്വൽ ജസ്റ്റിസ് ആൻഡ് ഫ്രീ ലീഗൽ എയ്ഡ്, തുല്യനീതി പ്രമോട്ട് ചെയ്യുന്നതിനും സമൂഹത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ജനങ്ങൾക്ക് സൗജന്യ നിയമസഹായം നൽകുന്നതിനും ആർട്ടിക്കിൾ 39A സ്റ്റേറ്റിന് ഡയറക്ഷൻ നൽകുന്നു. ലീഗൽ സർവീസ് അതോറിറ്റീസ് ആക്ട് അഥവാ LSA 1976 42nd അമെൻഡ്മെന്റ് ആക്ടിലൂടെയാണ് നിലവിൽ വരുന്നത്. LSA സമൂഹത്തിലെ പാവപ്പെട്ട ആളുകൾക്ക് ഫ്രീ ലീഗൽ എയ്ഡ് പ്രൊവൈഡ് ചെയ്യുന്നു.
ജസ്റ്റിസ് ഈസ് പാരാമൗണ്ട് എന്ന ആശയമാണ് DPSPയിലൂടെ ആർട്ടിക്കിൾ 39 വ്യക്തമാക്കുന്നത്. നെക്സ്റ്റ് ഈസ് ആർട്ടിക്കിൾ 40. ആർട്ടിക്കിൾ 40 ഗാന്ധിയൻ പ്രിൻസിപ്പിളിൽ ഉൾപ്പെടുന്നു. ആർട്ടിക്കിൾ 40 ഡീൽസ് വിത്ത് വില്ലേജ് പഞ്ചായത്ത്. ഗ്രാമപഞ്ചായത്തുകൾ സംഘടിപ്പിക്കുകയും അവയെ സ്വയംഭരണാധികാരമുള്ള യൂണിറ്റുകളായി പ്രവർത്തിക്കാൻ പ്രാപ്തമാക്കുന്നതിന് ആവശ്യമായ അധികാരവും അതോറിറ്റിയും നൽകണമെന്ന് ആർട്ടിക്കിൾ 40 വ്യക്തമാക്കുന്നു. നെക്സ്റ്റ് ഈസ് ആർട്ടിക്കിൾ 41. ആർട്ടിക്കിൾ 41 സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിളിൽ ഉൾപ്പെടുന്നു. ആർട്ടിക്കിൾ 41 ഡീൽസ് വിത്ത് പബ്ലിക് അസിസ്റ്റൻസ്. തൊഴിലില്ലായ്മ, വാർദ്ധക്യം, അസുഖം, വൈകല്യം തുടങ്ങിയ കേസുകളിൽ സ്റ്റേറ്റിന്റെ എക്കണോമിക് കപ്പാസിറ്റിയിൽ നിന്നുകൊണ്ട് പബ്ലിക്കിന് ഗവൺമെന്റിന്റെ സഹായം നൽകണമെന്നും ജോലി ചെയ്യാനും വിദ്യാഭ്യാസത്തിനും ഉള്ള അവകാശം ഉറപ്പുവരുത്തണം എന്നും ആർട്ടിക്കിൾ 41 നിർദ്ദേശിക്കുന്നു. അടൽ പെൻഷൻ, ESI സ്കീം തുടങ്ങിയവ പബ്ലിക് അസിസ്റ്റൻസിനും മൻരേഗ റൈറ്റ് ടു വർക്കിനും എക്സാമ്പിളാണ്. മൻരേഗ മീൻസ് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടീസ് ആക്ട്. വോൾഗ ടെല്ലസ് vs ബോംബെ കോർട്ട് കേസ് ആർട്ടിക്കിൾ 41 എക്സാമ്പിളാണ്. അതായത് സ്റ്റേറ്റിന്റെ എക്കണോമിക് കപ്പാസിറ്റിയിൽ നിന്നുകൊണ്ടുള്ള പബ്ലിക് അസിസ്റ്റൻസ് മാത്രമേ ചെയ്യാൻ കഴിയുകയുള്ളൂ. നെക്സ്റ്റ് ഈസ് ആർട്ടിക്കിൾ 42. പ്രൊവിഷൻസ് ഫോർ ഹ്യൂമൻ കണ്ടീഷൻസ് ഓഫ് വർക്ക്. ആർട്ടിക്കിൾ 42 സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിളിൽ ഉൾപ്പെടുന്നു. ന്യായവും മാനുഷികവുമായ തൊഴിൽ സാഹചര്യങ്ങൾക്കായി വ്യവസ്ഥകൾ ഏർപ്പെടുത്തുക, മെറ്റേണിറ്റി റിലീഫ് നൽകുക എന്നിവ ആർട്ടിക്കിൾ 42 ഉൾപ്പെടുന്നു. ലേബർ കമ്മീഷൻ, ലേബർ കോഡ്, ഫാക്ടറീസ് ആക്ട് എന്നിവ ആർട്ടിക്കിൾ 42 എക്സാമ്പിളാണ്. നെക്സ്റ്റ് ഈസ് ആർട്ടിക്കിൾ 43. ആർട്ടിക്കിൾ 43ൽ സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിളും ഗാന്ധിയൻ പ്രിൻസിപ്പിളും ഉൾപ്പെടുന്നു. ആർട്ടിക്കിൾ 43ലെ ഡീസന്റ് സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് ഫോർ ഓൾ വർക്കേഴ്സ് എന്നത് സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിളും പ്രൊമോഷൻ ഓഫ് കോട്ടേജ് ഇൻഡസ്ട്രീസ് എന്നത് ഗാന്ധിയൻ പ്രിൻസിപ്പിളുമാണ്. ആർട്ടിക്കിൾ 43 ടു സെക്യൂർ എ ലിവിംഗ് വേജ് ഫോർ ഓൾ വർക്കേഴ്സ്. എല്ലാ തൊഴിലാളികൾക്കും ലിവിംഗ് വേജ്, മാന്യമായ ജീവിത നിലവാരം, സാമൂഹികവും സാംസ്കാരികവുമായ അവസരങ്ങൾ എന്നിവ ഉറപ്പുവരുത്താൻ ആർട്ടിക്കിൾ 43 സ്റ്റേറ്റിനെ ഡയറക്റ്റ് ചെയ്യുന്നു. ഇവിടെ ലിവിംഗ് വേജ് എന്നത് മിനിമം വേജിൽ നിന്നും വ്യത്യസ്തമാണ്. ജീവിക്കാൻ ആവശ്യമായ ഭക്ഷണം, വസ്ത്രം, താമസം എന്നിവയ്ക്കുള്ള ബേസിക് പേയ്മെന്റിനെ മിനിമം വേജ് എന്നും മിനിമം വേജിന് ഒപ്പം എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ഇൻഷുറൻസ് തുടങ്ങിയവ ഉൾപ്പെടുത്തുന്നതിനെ ലിവിംഗ് വേജ് എന്നും പറയുന്നു. ആർട്ടിക്കിൾ 43 ഡീൽസ് വിത്ത് കോട്ടേജ് ഇൻഡസ്ട്രീസ്. ഗ്രാമപ്രദേശങ്ങളിലെ കുടിൽ വ്യവസായങ്ങളെ വ്യക്തിഗതാടിസ്ഥാനത്തിലോ സഹകരണ വ്യവസ്ഥയിലോ പ്രോത്സാഹിപ്പിക്കുന്നതിന് ആർട്ടിക്കിൾ 43 സ്റ്റേറ്റിന് ഡയറക്ഷൻ നൽകുന്നു. റൂറൽ ഏരിയാസിൽ കോട്ടേജ് ഇൻഡസ്ട്രീസ് അഥവാ കുടിൽ വ്യവസായങ്ങൾ പ്രമോട്ട് ചെയ്യേണ്ടതിന്റെ പ്രാധാന്യം ആർട്ടിക്കിൾ 43 വ്യക്തമാക്കുന്നു. നെക്സ്റ്റ് ഈസ് ആർട്ടിക്കിൾ 43A. ആർട്ടിക്കിൾ 43A സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിളിൽ ഉൾപ്പെടുന്നു. പാർട്ടിസിപ്പേഷൻ ഓഫ് വർക്കേഴ്സ് ഇൻ മാനേജ്മെന്റ് ഓഫ് ഇൻഡസ്ട്രീസ്. ഒരു ഓർഗനൈസേഷന്റെ ഡെസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ തൊഴിലാളികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ആർട്ടിക്കിൾ 43A വ്യക്തമാക്കുന്നു. ഇവിടെ നോൺ മാനേജറിയൽ എംപ്ലോയീസിനെയാണ് തൊഴിലാളികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ട്രേഡ് യൂണിയൻസിന് ലീഗൽ സാങ്ഷൻ നൽകുന്നതിനെ ഈ ആർട്ടിക്കിൾ സൂചിപ്പിക്കുന്നു. 1976ലെ 42nd അമെൻമെന്റിലൂടെയാണ് ആർട്ടിക്കിൾ 43A നിലവിൽ വന്നത്. നെക്സ്റ്റ് ഈസ് ആർട്ടിക്കിൾ 43B. ആർട്ടിക്കിൾ 43B ഗാന്ധിയൻ പ്രിൻസിപ്പിളിൽ ഉൾപ്പെടുന്നു. ഇറ്റ് ഡീൽസ് വിത്ത് ലീഗലൈസേഷൻ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. ആർട്ടിക്കിൾ 43B സഹകരണ സംഘങ്ങളുടെ സ്വമേധയാ ഉള്ള രൂപീകരണം, സ്വയംഭരണ പ്രവർത്തനം, ഡെമോക്രാറ്റിക് കൺട്രോൾ, പ്രൊഫഷണൽ മാനേജ്മെന്റ് തുടങ്ങിയവ പ്രോത്സാഹിപ്പിക്കുന്നതിന് സ്റ്റേറ്റിന് നിർദ്ദേശം നൽകുന്നു. നെക്സ്റ്റ് ഈസ് ആർട്ടിക്കിൾ 44. ആർട്ടിക്കിൾ 44 ലിബറൽ പ്രിൻസിപ്പിളിൽ ഉൾപ്പെടുന്നു. ആർട്ടിക്കിൾ 44 ഡീൽസ് വിത്ത് യൂണിഫോം സിവിൽ കോഡ്. രാജ്യത്തുടനീളം എല്ലാ പൗരന്മാർക്കും ഒരു ഏകീകൃത സിവിൽ കോഡ് ഉണ്ടാവണമെന്ന് ആർട്ടിക്കിൾ 44 നിർദ്ദേശിക്കുന്നു. ഹിന്ദു മാരേജ് ആക്ട്, ഹിന്ദു അഡോപ്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ആക്ട്, മുസ്ലിം മാരേജ് ആക്ട്, മുസ്ലിം ഡിവോഴ്സ് ആക്ട്, പാസി സ്പെഷ്യൽ ആക്ട്, സിഖ് ലോസ് തുടങ്ങിയ പേഴ്സണൽ ലോസ് എല്ലാം ഡിഫറൻ്റ് ആണ്. എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കോമണായി ഒരു ലോ പബ്ലിക്കിന് ഇത്തരം കാര്യങ്ങളിൽ ക്രിയേറ്റ് ചെയ്യണം എന്ന അടിസ്ഥാനത്തിലാണ് യൂണിഫോം സിവിൽ കോഡ് എന്ന ആശയം ഫൗണ്ടിംഗ് ഫാദേഴ്സ് ആർട്ടിക്കിൾ 44 കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുത്തിയത്.
കോൺസ്റ്റിറ്റ്യൂഷൻ രൂപീകരിച്ചപ്പോൾ അത്തരം ഒരു നിയമം നിർമ്മിക്കാൻ ഇന്ത്യയുടെ അന്നത്തെ അവസ്ഥയിൽ ഫൗണ്ടിംഗ് ഫാദേഴ്സിന് കഴിയുമായിരുന്നില്ല. അതിനാലാണ് യൂണിഫോം സിവിൽ കോഡ് എന്ന ആശയം DPSPയിൽ ആർട്ടിക്കിൾ 44ൽ ഉൾപ്പെടുത്തിയത്. ഇന്ത്യയിൽ അന്ന് നിലനിന്നിരുന്ന കമ്മ്യൂണൽ വോളറ്റൈൽ എൻവയോൺമെന്റ്, അതായത് ഇന്ത്യ പാക് ഡിവിഷൻ, അന്നത്തെ സാമൂഹിക അരക്ഷിതാവസ്ഥ, ഹിന്ദു മുസ്ലിം റൈറ്റ്സ് ഇവയെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് യൂണിഫോം സിവിൽ കോഡ് എന്ന ആശയത്തിൽ ഒരു നിയമം നിർമ്മിക്കാൻ കഴിയാതിരുന്നത്. ബട്ട് യൂണിഫോം സിവിൽ കോഡ് എന്ന ആശയം DPSPയിൽ ഉൾപ്പെടുത്തിയതിനാൽ സ്റ്റേറ്റിന് ഏതവസരത്തിലും അത് നിയമനിർമ്മാണത്തിൽ ഉൾപ്പെടുത്താം. ഷഹബാനോ കേസ് യൂണിഫോം സിവിൽ കോഡിനെ സൂചിപ്പിക്കുന്നു. ഇൻ ഷഹബാനോ കേസ്, സെക്ഷൻ 125 of CRPC was clashing with the Muslim personal laws. സെക്ഷൻ 125 CRPCയിലെ മെയിന്റനൻസ് പ്രകാരം ഡിവോഴ്സിന് ശേഷം മെയിൽ പേഴ്സൺ ഫീമെയിലിന് മെയിന്റനൻസ് എമൗണ്ട് നൽകണമെന്ന് വ്യക്തമാക്കുന്നു. എന്നാൽ മുസ്ലിം പേഴ്സണൽ ലോസ് പ്രകാരം മെയിൽ പേഴ്സൺ ഫീമെയിലിന് ഡിവോഴ്സിന് ശേഷം മെയിന്റനൻസ് എമൗണ്ട് നൽകേണ്ടതില്ല എന്ന് വ്യക്തമാക്കുന്നു. എന്നാൽ സുപ്രീം കോടതി ജഡ്ജ്മെന്റ് പ്രകാരം സെക്ഷൻ 125 CRPC നോൺ റിലീജിയസ് ലോ ആണെന്നും അത് ക്രിമിനൽ പ്രൊസീജിയർ കോഡിൽ ഉൾപ്പെടുന്നതിനാൽ യൂണിവേഴ്സൽ ലോ ആണെന്നും മെയിന്റനൻസ് നൽകണം എന്ന നിയമം മുസ്ലിം ലോസിന് എതിരല്ല എന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. ഷഹബാനോ കേസ് വാസ് വെരി ഇമ്പോർട്ടന്റ് വിത്ത് റിഗാർഡ്സ് ടു യൂണിഫോം സിവിൽ കോഡ്. നെക്സ്റ്റ് ഈസ് ആർട്ടിക്കിൾ 45, പ്രൊവിഷൻ ഫോർ ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ. ആർട്ടിക്കിൾ 45 ലിബറൽ പ്രിൻസിപ്പിൾ ഉൾപ്പെടുന്നു. 6 വയസ്സ് പൂർത്തിയാകുന്നതുവരെ എല്ലാ കുട്ടികൾക്കും ബാല്യകാല പരിചരണവും വിദ്യാഭ്യാസവും നൽകണമെന്ന് ആർട്ടിക്കിൾ 45 നിർദ്ദേശിക്കുന്നു. ഫണ്ടമെന്റൽ റൈറ്റ് ആയ ആർട്ടിക്കിൾ 21A രൂപീകരിച്ചത് ആർട്ടിക്കിൾ 45ൽ നിന്നുമാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്ന സമയത്ത് 10 വർഷത്തെ സമയത്തിനുള്ളിൽ കമ്പൽസറിയായി 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ബാല്യകാല പരിചരണവും വിദ്യാഭ്യാസവും നൽകണമെന്നായിരുന്നു DPSPയിലൂടെ ആർട്ടിക്കിൾ 45 നിർദ്ദേശിച്ചിരുന്നത്. ഇതിനർത്ഥം 10 വർഷത്തിന് ശേഷം അത് നിയമനിർമ്മാണത്തിൽ ഉൾപ്പെടുത്തണം എന്നതായിരുന്നു. 2002ലെ 86th അമെൻമെന്റിലൂടെ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കമ്പൽസറി എഡ്യൂക്കേഷൻ നൽകണമെന്നത് ഫണ്ടമെന്റൽ റൈറ്റ് ആയപ്പോൾ ആർട്ടിക്കിൾ 45ൽ മാറ്റം വരുത്തുകയും 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസവും പരിചരണവും ആർട്ടിക്കിൾ 45ൽ DPSPയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. ഇവിടെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009, ആർട്ടിക്കിൾ 21A എന്നിവ DPSPയുടെ പ്രാധാന്യം വ്യക്തമാക്കുന്നു. നെക്സ്റ്റ് ഈസ് ആർട്ടിക്കിൾ 46. ഇറ്റ് ഡീൽസ് വിത്ത് പ്രൊട്ടക്ഷൻ ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ്. ആർട്ടിക്കിൾ 46 ഗാന്ധിയൻ പ്രിൻസിപ്പിളിൽ ഉൾപ്പെടുന്നു. ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് സമൂഹത്തിലെ മറ്റു ദുർബല വിഭാഗങ്ങൾ എന്നിവരുടെ വിദ്യാഭ്യാസ സാമ്പത്തിക താൽപര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും അവരെ സാമൂഹിക അനീതിയിൽ നിന്നും മറ്റ് ചൂഷണങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതിനും ആർട്ടിക്കിൾ 46 നിർദ്ദേശം നൽകുന്നു. ഇവിടെ വീക്കർ സെക്ഷൻ എന്നത് അതർ ബാക്ക്വേർഡ് ക്ലാസസിനെ സൂചിപ്പിക്കുന്നു. ഇവിടെ സ്പെഷ്യൽ കെയർ ഫോർ വീക്കർ സെക്ഷൻ എന്നത് ഫണ്ടമെന്റൽ റൈറ്റ് ആയ ആർട്ടിക്കിൾ 15ലെ നോ ഡിസ്ക്രിമിനേഷൻ വയലേറ്റ് ചെയ്യുന്നില്ല. പകരം സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്ന ആളുകളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുവാൻ ആർട്ടിക്കിൾ 46 സഹായിക്കുന്നു. ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആർട്ടിക്കിൾ 46 പ്രകാരമാണ്. അതുപോലെ റീസെന്റ് ആയ 103rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റിലൂടെ 10% EWS റിസർവേഷൻ കൊണ്ടുവന്നതും ആർട്ടിക്കിൾ 46 പ്രകാരമാണ്. EWS എന്നതിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളെ ഉൾപ്പെടുത്തുന്നു. നെക്സ്റ്റ് ഈസ് ആർട്ടിക്കിൾ 47. ആർട്ടിക്കിൾ 47ൽ സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിളും ഗാന്ധിയൻ പ്രിൻസിപ്പിളും ഉൾപ്പെടുന്നു. ആർട്ടിക്കിൾ 47ലെ പബ്ലിക് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുക എന്നത് സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിളും പ്രൊഹിബിഷൻ ഓഫ് ഡ്രിങ്ക്സ് ആൻഡ് ഡ്രഗ്സ് എന്നത് ഗാന്ധിയൻ പ്രിൻസിപ്പിളുമാണ്. ആർട്ടിക്കിൾ 47 ഡീൽസ് വിത്ത് പബ്ലിക് ഹെൽത്ത്. പോഷകാഹാരവും ആളുകളുടെ ജീവിത നിലവാരവും ഉയർത്തുന്നതിനും പൊതുജനാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും ആർട്ടിക്കിൾ 47 സ്റ്റേറ്റിനെ ഡയറക്റ്റ് ചെയ്യുന്നു. മിഡ് ഡേ മീൽ പ്രോഗ്രാം, ആയുഷ്മാൻ യോജന, സ്വച്ഛ് ഭാരത്, യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം എന്നിവ ആർട്ടിക്കിൾ 47ന്റെ ബേസിസിൽ വന്നതാണ്. നെക്സ്റ്റ് ഈസ് ആർട്ടിക്കിൾ 47 പ്രൊഹിബിറ്റ്സ് കൺസപ്ഷൻ ഓഫ് ഡ്രിങ്ക്സ് ആൻഡ് ഡ്രഗ്സ്. ആരോഗ്യത്തിന് ഹാനികരമായ ലഹരിപാനീയങ്ങളുടെയും മയക്കുമരുന്നുകളുടെയും ഉപയോഗം നിരോധിക്കാൻ ആർട്ടിക്കിൾ 47 സ്റ്റേറ്റിന് നിർദ്ദേശം നൽകുന്നു. ആർട്ടിക്കിൾ 47ന്റെ ബേസിസിൽ സ്റ്റേറ്റിന് ലിക്വർ പ്രൊഹിബിഷൻ കൊണ്ടുവരാം.
ബീഹാർ ചീഫ് മിനിസ്റ്റർ നിതീഷ് കുമാർ ഗവൺമെന്റ് ബീഹാറിൽ ലിക്കർ പ്രൊഹിബിഷൻ ചെയ്തിട്ടുണ്ട്. ബീഹാർ ഗവൺമെന്റിന് അതിനുള്ള ലീഗൽ സാങ്ഷൻ ആർട്ടിക്കിൾ 47 നിന്നുമാണ് ലഭിക്കുന്നത്. അതുപോലെ ഗുജറാത്തിലും കംപ്ലീറ്റ് ആൽക്കഹോൾ പ്രൊഹിബിഷൻ ചെയ്തിട്ടുണ്ട്. എന്നാൽ ബീഹാർ എക്സൈസ് ആൻഡ് പ്രൊഹിബിഷൻ ആക്ടിന് മുൻപ് തന്നെ ബോംബെ പ്രൊഹിബിഷൻ ആക്ട് ഓഫ് 1949 നിലനിന്നിരുന്നു. ബോംബെ പ്രൊഹിബിഷൻ ആക്ട് ഓഫ് 1949ന്റെ എക്സ്റ്റൻഷൻ ആണ് ഗുജറാത്തിൽ നടപ്പിലാക്കിയത്. ആസ് ഓഫ് 2020 ബീഹാർ, ഗുജറാത്ത്, മിസോറാം, നാഗാലാൻഡ് എന്നീ സ്റ്റേറ്റുകളിൽ ലിക്വർ പ്രൊഹിബിഷൻ നിലവിലുണ്ട്. അതുപോലെ കനാബിസ് ആൻഡ് മരിജ്വാന ഇന്ത്യയിൽ ലീഗലൈസ് ചെയ്യാമോ എന്നതിനെപ്പറ്റി ഒരു ഡിസ്പ്യൂട്ട് തന്നെ നടക്കുന്നുണ്ട്. എന്നാൽ മെഡിസിനൽ പർപ്പസായി ഇവ ഉപയോഗിക്കാം എന്ന് ആർട്ടിക്കിൾ 47 വ്യക്തമാക്കുന്നുണ്ട്. ബട്ട് ലീഗലൈസേഷൻ ഓഫ് ദിസ് പ്ലാന്റ്സ് ആർ ഡേഞ്ചറസ് ടു ഹ്യൂമൻ കൈൻഡ്. നെക്സ്റ്റ് ഈസ് ആർട്ടിക്കിൾ 48. ആർട്ടിക്കിൾ 48ൽ ഗാന്ധിയൻ പ്രിൻസിപ്പിളും ലിബറൽ ഇന്റലക്ച്വൽ പ്രിൻസിപ്പിളും ഉൾക്കൊള്ളുന്നു. ആർട്ടിക്കിൾ 48ലെ പ്രൊഹിബിഷൻ ഓഫ് കൗ സ്ലോട്ടർ എന്നത് ഗാന്ധിയൻ പ്രിൻസിപ്പിളും ഓർഗനൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ ഇൻ മോഡേൺ ലൈൻസ് എന്നത് ലിബറൽ ഇന്റലക്ച്വൽ പ്രിൻസിപ്പിളുമാണ്. ആർട്ടിക്കിൾ 48 പ്രൊഹിബിറ്റ് സ്ലോട്ടർ ഓഫ് കൗസ്. ആർട്ടിക്കിൾ 48 പശുക്കൾ, പശുക്കിടാക്കൾ, മറ്റു വിവിധ തരം കന്നുകാലികൾ, ഭാരം ചുമക്കുന്ന വിഭാഗത്തിൽപ്പെട്ട കന്നുകാലികൾ എന്നിവയെ കൊല്ലുന്നതിനെ നിരോധിക്കണമെന്നും അവയുടെ ഇനങ്ങൾ മെച്ചപ്പെടുത്തണമെന്നും നിർദ്ദേശിക്കുന്നു. ഭാരം ചുമക്കുന്ന ആനിമൽസിനെയാണ് ഡ്രോഫ്റ്റ് ആനിമൽ എന്ന് പറയുന്നത്. ഹിയർ കൗ ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ഇൻ 2 ways. എക്കണോമിക് പർപ്പസ് ആയോ റിലീജിയസ് സിംബലായോ ഇന്ത്യയിലെ ജനങ്ങൾ കൗ എന്ന ആനിമലിനെ പരിഗണിക്കുന്നു. റിലീജിയസ് സിംബലായി കണക്കാക്കിയാൽ ഇക്കാര്യം ആർട്ടിക്കിൾ 25 to 28ൽ ഉൾപ്പെടുത്തേണ്ടി വരും. എന്നാൽ എക്കണോമിക് ബേസിസിൽ ആയതിനാലാണ് ആർട്ടിക്കിൾ 48ൽ ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ രൂപീകരിച്ച സമയത്ത് അസംബ്ലിയിൽ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുകയും എക്കണോമിക് ബേസിസിൽ ഉൾപ്പെടുത്താൻ തീരുമാനമെടുക്കുകയും ചെയ്തു. കൗ മിൽക്ക് ഡയറി ഫാമിങ്ങിനും കൗ യൂറിൻ മെഡിസിനൽ പർപ്പസിനും കൗ ഡങ് ഫെർട്ടിലൈസറായും ഇന്ത്യയിൽ ഉപയോഗിക്കുന്നു. അതിനാൽ എക്കണോമിക്കലി യൂസ്ഫുൾ ആയ ആനിമൽസിനെ സംരക്ഷിച്ചുകൊണ്ട് സ്റ്റേറ്റ് എക്കണോമി ഇംപ്രൂവ് ചെയ്യുക എന്ന അടിസ്ഥാനത്തിലാണ് കൗ സ്ലോട്ടർ ഇന്ത്യയിൽ നിരോധിച്ചിരിക്കുന്നത്. ആർട്ടിക്കിൾ 48 ഡീൽസ് വിത്ത് അഗ്രികൾച്ചർ ആൻഡ് ആനിമൽ ഹസ്ബൻഡറി. കൃഷിയും മൃഗസംരക്ഷണവും ആധുനിക രീതിയിൽ ശാസ്ത്രീയമായി ചെയ്യണമെന്ന് ആർട്ടിക്കിൾ 48 നിർദ്ദേശിക്കുന്നു. ഇന്ത്യയിലെ ഗ്രീൻ റവല്യൂഷൻ, വൈറ്റ് റവല്യൂഷൻ, സിൽവർ റവല്യൂഷൻ എന്നിവ ആർട്ടിക്കിൾ 48ന്റെ ബേസിസിലാണ് നിലവിൽ വന്നത്. ഗ്രീൻ റവല്യൂഷൻ അഗ്രികൾച്ചറിനെയും, വൈറ്റ് റവല്യൂഷൻ ഡയറി ഫാമിങ്ങിനെയും, സിൽവർ റവല്യൂഷൻ എഗ് പ്രൊഡക്ഷനെയും സൂചിപ്പിക്കുന്നു. വൈറ്റ് റവല്യൂഷൻ ആർട്ടിക്കിൾ 48ലെ 2 ഭാഗങ്ങളുടെയും പ്രാധാന്യം സൂചിപ്പിക്കുന്നു. നെക്സ്റ്റ് ഈസ് ആർട്ടിക്കിൾ 48A ഡീൽസ് വിത്ത് എൻവയോൺമെന്റൽ സേഫ്റ്റി. ആർട്ടിക്കിൾ 48A ലിബറൽ പ്രിൻസിപ്പിൾ ഉൾപ്പെടുന്നു. പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനും വനം, വന്യജീവികൾ എന്നിവയെ സംരക്ഷിക്കുന്നതിനും ആർട്ടിക്കിൾ 48A നിർദ്ദേശം നൽകുന്നു. 1976ലെ 42nd അമെൻമെന്റിലൂടെയാണ് ഇന്ദിരാഗാന്ധി സർക്കാർ ഇത് നിലവിൽ കൊണ്ടുവന്നത്. എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് EPA, ഫോറസ്റ്റ് ആക്ട്, വൈൽഡ് ലൈഫ് പ്രിസർവേഷൻ ആക്ട്, എയർ പൊല്യൂഷൻ കൺട്രോൾ ആക്ട്, ഫോർമേഷൻ ഓഫ് NGT അതായത് നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ എന്നിവ ആർട്ടിക്കിൾ 48Aയുടെ ബേസിസിൽ നിലവിൽ വന്നതാണ്. എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഇന്ദിരാഗാന്ധി സർക്കാർ 42nd അമെൻമെന്റിലൂടെ ആർട്ടിക്കിൾ 48A DPSPയിലും ആർട്ടിക്കിൾ 51A G പാർട്ട് ഫണ്ടമെന്റൽ ഡ്യൂട്ടിയിലും ഉൾപ്പെടുത്തി. ഇവ രണ്ടും എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷനെ സൂചിപ്പിക്കുന്നു. DPSPയും ഫണ്ടമെന്റൽ ഡ്യൂട്ടിയും നോൺ ജസ്റ്റീഷ്യബിൾ ആണ്. അതിനാൽ DPSPയും ഫണ്ടമെന്റൽ ഡ്യൂട്ടിയും നടപ്പിലാക്കുവാൻ സിറ്റിസണിന് സ്റ്റേറ്റിന് എതിരെയോ സ്റ്റേറ്റിന് സിറ്റിസണിന് എതിരെയോ എൻഫോഴ്സ് ചെയ്യാൻ കഴിയില്ല. പകരം മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിൽ വെൽഫെയർ സ്റ്റേറ്റ് സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തിൽ ആണ് ഇന്ദിരാഗാന്ധി സർക്കാർ ഇവ രണ്ടും കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നെക്സ്റ്റ് ഈസ് ആർട്ടിക്കിൾ 49 ഡീൽസ് വിത്ത് പ്രൊട്ടക്ഷൻ ഓഫ് മോണ്യുമെന്റ്സ്. ആർട്ടിക്കിൾ 49 ലിബറൽ പ്രിൻസിപ്പിൾ ഉൾപ്പെടുന്നു. ദേശീയ പ്രാധാന്യമുള്ളതായി പ്രഖ്യാപിക്കപ്പെടുന്ന സ്മാരകങ്ങൾ, ചരിത്രപരമായോ കലാപരമായോ താൽപര്യമുള്ള സ്ഥലങ്ങൾ, വസ്തുക്കൾ എന്നിവ സംരക്ഷിക്കുന്നതിനായി ആർട്ടിക്കിൾ 49 നിർദ്ദേശം നൽകുന്നു. ആൻഷ്യന്റ് മോണ്യുമെന്റ്സ് ആൻഡ് ആർക്കിയോളജിക്കൽ സൈറ്റ്സ് ആൻഡ് റിമെയിൻസ് ആക്ട് ആർട്ടിക്കിൾ 49ന്റെ ബേസിസിൽ നിലവിൽ വന്നതാണ്. നെക്സ്റ്റ് ഈസ് ആർട്ടിക്കിൾ 50
deals with separation of judiciary from the executive. ആർട്ടിക്കിൾ 50 ലിബറൽ പ്രിൻസിപ്പിൾ ഉൾപ്പെടുന്നു. സ്റ്റേറ്റിന്റെ പൊതുജന സേവനങ്ങളുടെ കാര്യങ്ങളിൽ എക്സിക്യൂട്ടീവിൽ നിന്ന് ജുഡീഷ്യറിയെ വേർതിരിക്കണമെന്ന് ആർട്ടിക്കിൾ 50 സ്റ്റേറ്റിന് നിർദ്ദേശം നൽകുന്നു. ആർട്ടിക്കിൾ 50 റോൾ ഓഫ് ലോയെ സൂചിപ്പിക്കുന്നു. 1973 മുൻപ് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് അഥവാ IAS ഓഫീസേഴ്സിന് എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യൽ പവർ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും നിലനിന്നിരുന്നു. പോലീസിന് അറസ്റ്റ് ചെയ്യാനുള്ള ഓർഡർ നൽകുക, അത്തരം കാര്യങ്ങളിൽ തീരുമാനം എടുക്കുക, വിധി കൽപ്പിക്കുക എന്നിങ്ങനെ ജുഡീഷ്യൽ പവറും എക്സിക്യൂട്ടീവ് പവറും ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന് അഥവാ IAS ഓഫീസേഴ്സിന് 1973 മുൻപ് ഉണ്ടായിരുന്നു. 1973 കേശവാനന്ദ ഭാരതി കേസിൽ ബേസിക് സ്ട്രക്ചർ ഓഫ് ഡോക്ട്രിൻ നിലവിൽ വന്നതോടെ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന് ഉണ്ടായിരുന്ന ജുഡീഷ്യൽ പവർ ലിമിറ്റഡ് ആക്കിക്കൊണ്ട് 1973 ക്രിമിനൽ പ്രൊസീജിയർ കോഡ് നിലവിൽ വന്നു. ലിമിറ്റഡായ ചില കാര്യങ്ങളിൽ മാത്രമേ IAS ഓഫീസേഴ്സിന് മജിസ്റ്റീരിയൽ പവർ ഇപ്പോൾ നൽകുന്നുള്ളൂ. എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് എന്ന രീതിയിൽ ലാൻഡ് അക്വിസിഷൻ, ലാൻഡ് കോമ്പൻസേഷൻ എന്നിങ്ങനെയുള്ള വളരെ ലിമിറ്റഡായ കാര്യങ്ങളിലും എക്സ്ട്രീം വൾണറബിൾ കണ്ടീഷൻസിലും മാത്രമേ IAS ഓഫീസേഴ്സിന് ജുഡീഷ്യൽ പവർ നൽകുന്നുള്ളൂ. ബട്ട് അത് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് എന്ന രീതിയിൽ ലിമിറ്റഡ് ആണ്. സോ ഒരു വ്യക്തിയിൽ തന്നെ എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യൽ പവർ വരുന്നത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിക് സ്ട്രക്ചർ ഓഫ് ഡോക്ട്രിനെ ബാധിക്കുന്നതിനാൽ ആർട്ടിക്കിൾ 50 ഇത് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കുന്നു. 2015 NJSC അഥവാ നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ്സ് കമ്മീഷൻ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് സുപ്രീം കോടതി ജഡ്ജ്മെന്റ് വന്നിരുന്നു. ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി എന്ന ആശയം ബേസിക് സ്ട്രക്ചർ ഓഫ് ഡോക്ട്രിൻ ആണെന്നും അതിനാൽ NJSC അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നു. സോ ആർട്ടിക്കിൾ 50 പ്രാധാന്യം 2015 NJSC ജഡ്ജ്മെന്റും വ്യക്തമാക്കുന്നു. നെക്സ്റ്റ് ഈസ് ആർട്ടിക്കിൾ 51. ആർട്ടിക്കിൾ 51 ഡീൽസ് വിത്ത് ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി. ആർട്ടിക്കിൾ 51 ലിബറൽ പ്രിൻസിപ്പിൾ ഉൾപ്പെടുന്നു. അന്താരാഷ്ട്ര സമാധാനത്തിനും സുരക്ഷയ്ക്കും രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ന്യായവും മാന്യവുമായ ബന്ധം നിലനിർത്തുന്നതിനും അന്താരാഷ്ട്ര നിയമങ്ങളോടും ഉടമ്പടികളോടുമുള്ള ബഹുമാനം വർദ്ധിപ്പിക്കുന്നതിനും അന്താരാഷ്ട്ര തർക്കങ്ങൾ മധ്യസ്ഥതയിലൂടെ പരിഹരിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നതിനും ആർട്ടിക്കിൾ 51 നിർദ്ദേശിക്കുന്നു. ഇന്റർനാഷണൽ ട്രീറ്റീസ് സൈൻ ചെയ്തതിനു ശേഷം അത് ഒബേ ചെയ്തില്ലെങ്കിൽ ഇന്റർനാഷണൽ ലെവലിൽ അത്തരം രാജ്യങ്ങൾ ഇറസ്പോൺസിബിൾ നേഷൻസ് ആയി കണക്കാക്കപ്പെടും. അതിനാൽ ഇന്റർനാഷണൽ റിലേഷൻസിൽ ആർട്ടിക്കിൾ 51 പ്രാധാന്യം അർഹിക്കുന്നു. അതുപോലെ ഓൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ അഥവാ ADR രാജ്യങ്ങൾ തമ്മിലുള്ള ഡിസ്പ്യൂട്ട് മധ്യസ്ഥതയിലൂടെ പരിഹരിക്കാൻ സഹായിക്കുന്നു. ന്യൂ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. കോൺസ്റ്റിറ്റ്യൂഷൻ കമൻസ് ചെയ്ത സമയത്തുണ്ടായിരുന്ന DPSP ചില അമെൻമെന്റ്സിന് വിധേയമായിട്ടുണ്ട്. അത്തരം അമെൻമെന്റിനെ കുറിച്ചാണ് ഇതിൽ വ്യക്തമാക്കുന്നത്. 1976 42nd അമെൻമെന്റ് 4 പുതിയ നിർദ്ദേശങ്ങൾ DPSPയിൽ ഉൾപ്പെടുത്തി. ഫസ്റ്റ് വൺ ആർട്ടിക്കിൾ 39 കുട്ടികളുടെ ആരോഗ്യകരമായ ഡെവലപ്മെന്റിനുള്ള അവസരങ്ങൾ ലഭ്യമാക്കുന്നതിനും, സെക്കൻഡ് വൺ ആർട്ടിക്കിൾ 39A തുല്യനീതി പ്രോത്സാഹിപ്പിക്കുന്നതിനും പാവപ്പെട്ട ആളുകൾക്ക് സൗജന്യ നിയമസഹായം നൽകുന്നതിനും, തേർഡ് വൺ ആർട്ടിക്കിൾ 43A ഇൻഡസ്ട്രി മാനേജ്മെന്റിൽ തൊഴിലാളികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനും, ഫോർത്ത് വൺ ആർട്ടിക്കിൾ 48A പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനും വനം, വന്യജീവികൾ എന്നിവയെ സംരക്ഷിക്കുന്നതിനും വേണ്ടി നിലനിൽക്കുന്നു. 1978 44th അമെൻമെന്റ് ആർട്ടിക്കിൾ 38 വരുമാനം, പദവി, അവസരങ്ങൾ എന്നിവയിലെ അസമത്വങ്ങൾ കുറയ്ക്കാൻ ഒരു നിർദ്ദേശം കൂടി DPSPയിൽ ആഡ് ചെയ്തു. 2002 86th അമെൻമെന്റ് ആർട്ടിക്കിൾ 45 സബ്ജക്ട് ചേഞ്ച് ചെയ്ത് 6 വയസ്സ് പൂർത്തിയാകുന്നതുവരെ എല്ലാ കുട്ടികൾക്കും ബാല്യകാല പരിചരണവും വിദ്യാഭ്യാസവും നൽകുക എന്നത് DPSPയിൽ ഉൾപ്പെടുത്തുകയും മുൻപ് ആർട്ടിക്കിൾ 45 ഉണ്ടായിരുന്ന DPSP ആർട്ടിക്കിൾ 21A ഉൾപ്പെടുത്തി പ്രാഥമിക വിദ്യാഭ്യാസം ഫണ്ടമെന്റൽ റൈറ്റ് ആക്കുകയും ചെയ്തു. 2011 97th അമെൻമെന്റ് ആർട്ടിക്കിൾ 43B പ്രകാരം സഹകരണ സംഘങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പുതിയ നിർദ്ദേശം ചേർത്തു. സഹകരണ സംഘങ്ങളുടെ സ്വമേധയാ ഉള്ള രൂപീകരണം, സ്വയംഭരണ പ്രവർത്തനം, ഡെമോക്രാറ്റിക് കൺട്രോൾ, പ്രൊഫഷണൽ മാനേജ്മെന്റ് എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിന് ആർട്ടിക്കിൾ 43B നിർദ്ദേശം നൽകുന്നു.
നെക്സ്റ്റ് ഈസ് സാങ്ഷൻ ബിഹൈൻഡ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. ഭരണഘടനാ അസംബ്ലിയുടെ ഉപദേഷ്ടാവായിരുന്ന സർ BN റാവു ഒരു വ്യക്തിയുടെ അവകാശങ്ങൾ ജസ്റ്റീഷ്യബിൾ ആൻഡ് നോൺ ജസ്റ്റീഷ്യബിൾ എന്നിങ്ങനെ 2 വിഭാഗങ്ങളായി തിരിച്ചിരിക്കണമെന്ന് ശുപാർശ ചെയ്തു. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അത് അംഗീകരിക്കുകയും തൽഫലമായി ജസ്റ്റീഷ്യബിൾ ആയ മൗലികാവകാശങ്ങൾ പാർട്ട് 3ലും നോൺ ജസ്റ്റീഷ്യബിൾ ആയ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഭരണഘടനയുടെ പാർട്ട് 4ലും ഉൾപ്പെടുത്തിയിരിക്കുന്നു. DPSP ജസ്റ്റീഷ്യബിൾ അല്ലെങ്കിലും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് രാജ്യത്തിന്റെ ഭരണത്തിൽ അടിസ്ഥാനപരമാണ് എന്നും നിയമങ്ങൾ നിർമ്മിക്കുന്നതിൽ ഈ നിർദ്ദേശങ്ങൾ പ്രയോഗിക്കേണ്ടത് സ്റ്റേറ്റിന്റെ കടമയാണ് എന്നും ആർട്ടിക്കിൾ 37 വ്യക്തമാക്കുന്നു. പ്രായോഗികമായി DPSP സ്റ്റേറ്റ് അതോറിറ്റീസിന് മേൽ ധാർമ്മികമായ ബാധ്യത ചുമത്തുന്നുണ്ടെങ്കിലും അവയുടെ പിന്നിലെ യഥാർത്ഥ ശക്തി രാഷ്ട്രീയമാണ്, അതായത് പൊതു അഭിപ്രായം. കൃഷ്ണസ്വാമി അയ്യർ നിരീക്ഷിച്ചതുപോലെ ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ള ഒരു മിനിസ്ട്രിക്കും ഭരണഘടനയുടെ പാർട്ട് 4ലെ വ്യവസ്ഥകൾ അവഗണിക്കുവാൻ കഴിയില്ല. അതുപോലെ തന്നെ ജനകീയ വോട്ടിനെ ആശ്രയിക്കുന്ന സർക്കാരിന് ഗവൺമെന്റ് പോളിസി രൂപപ്പെടുത്തുമ്പോൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് അവഗണിക്കാൻ കഴിയില്ല എന്നും ഏതെങ്കിലും സർക്കാർ DPSP അവഗണിക്കുന്നുണ്ടെങ്കിൽ അതിന് തീർച്ചയായും തിരഞ്ഞെടുപ്പ് സമയത്ത് അവർ ഉത്തരം നൽകേണ്ടി വരുമെന്നും ഡോക്ടർ BR അംബേദ്കർ ഭരണഘടനാ അസംബ്ലിയിൽ പറഞ്ഞിരുന്നു. ഭരണഘടനയുടെ ഉപജ്ഞാതാക്കൾ DPSPയെ നോൺ ജസ്റ്റീഷ്യബിൾ ആയി നിലനിർത്തിയതിന് അഥവാ നിയമപരമായി നടപ്പിലാക്കാതിരുന്നതിന് നിരവധി കാരണങ്ങളുണ്ട്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് നടപ്പിലാക്കുവാൻ രാജ്യത്തിന് ആവശ്യമായ സാമ്പത്തിക സ്രോതസ്സുകൾ അന്ന് ഇല്ലായിരുന്നു. ഇന്ത്യയുടെ വാസ്റ്റ് ഡൈവേഴ്സിറ്റിയും അന്നത്തെ പിന്നോക്കാവസ്ഥയും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് നടപ്പിലാക്കുന്നതിന് തടസ്സമായിരുന്നു. 1947ലെ സ്വതന്ത്ര ഇന്ത്യക്ക് ധാരാളം മുൻകരുതലുകൾ ഉണ്ടായിരുന്നു. സ്വതന്ത്ര ഇന്ത്യ രൂപപ്പെട്ടതിന് ശേഷം പ്രാധാന്യമർഹിക്കുന്ന മറ്റ് നിരവധി കാര്യങ്ങൾ ചെയ്തു തീർക്കുവാനുണ്ടായിരുന്നു. അത്തരം ഭാരിച്ച ചുമതലകൾക്കു കീഴിൽ ഇന്ത്യയുടെ മുൻകരുതലുകൾ തകർക്കപ്പെട്ടേക്കാം എന്നതിനാലാണ് DPSP അന്ന് ലീഗലി എൻഫോഴ്സ് ചെയ്യാതിരുന്നത്. ഭാരിച്ച ചുമതലകൾ ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ DPSP നടപ്പിലാക്കുവാൻ അന്ന് തന്നെ ഇന്ത്യക്ക് കഴിയുമായിരുന്നു. ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിയതിനാൽ ഭരണഘടനയുടെ നിർമ്മാതാക്കൾ പ്രായോഗിക വീക്ഷണം സ്വീകരിക്കുകയും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് നോൺ ജസ്റ്റീഷ്യബിൾ ആക്കുകയും ചെയ്തു. DPSP നിറവേറ്റുന്നതിനായി കോടതി നടപടിക്രമങ്ങളെക്കാൾ പൊതുജനാഭിപ്രായത്തിലാണ് കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സ് കൂടുതൽ വിശ്വസിച്ചത്. ആർട്ടിക്കിൾ 45 ഉണ്ടായിരുന്ന DPSP ആർട്ടിക്കിൾ 21A പ്രകാരം ഫണ്ടമെന്റൽ റൈറ്റിൽ ഉൾപ്പെടുത്തിയതുപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ മുന്നോട്ട് വയ്ക്കുന്ന ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനെ ഫണ്ടമെന്റൽ റൈറ്റിൽ ഉൾപ്പെടുത്താനോ ലീഗൽ റൈറ്റ്സ് ആക്കുന്നതിനോ കഴിയുന്നതാണ്. നെക്സ്റ്റ് വൺ ഈസ് ക്രിറ്റിസിസം ഓഫ് ദി ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. ഭരണഘടനാ അസംബ്ലിയിലെ ചില അംഗങ്ങളും രാഷ്ട്രീയ വിദഗ്ധരും ചില കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ DPSPയെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ, നോ ലീഗൽ ഫോഴ്സ്. DPSP പ്രധാനമായും വിമർശിക്കപ്പെട്ടത് അവ ജസ്റ്റീഷ്യബിൾ അല്ലാത്തതിനാലാണ്. KT ഷാ അവയെ പയസ് സൂപ്പർഫ്ലുവസ് എന്ന് വിശേഷിപ്പിക്കുകയും ഒരു ബാങ്കിന്റെ റിസോഴ്സസ് അനുവദിക്കുമ്പോൾ മാത്രം പേയബിൾ ആവുന്ന ചെക്ക് എന്ന രീതിയിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനെ വിമർശിക്കുകയും ചെയ്തു. അതേസമയം ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ന്യൂ ഇയേഴ്സ് റെസൊല്യൂഷനേക്കാൾ മികച്ചതല്ലെന്ന് നസ്രുദ്ദീൻ അഭിപ്രായപ്പെട്ടു. ന്യൂ ഇയറിന് എടുക്കുന്ന തീരുമാനങ്ങൾ 2 ജനുവരിയിൽ തന്നെ ബ്രോക്കാവും എന്ന രീതിയിലാണ് DPSP ന്യൂ ഇയേഴ്സ് റെസൊല്യൂഷനേക്കാൾ മികച്ചതല്ലെന്ന് നസ്രുദ്ദീൻ വ്യക്തമാക്കിയത്. TT കൃഷ്ണം ആചാരി DPSPയെ ഡസ്റ്റ്ബിൻ ഓഫ് സെന്റിമെന്റ്സ് എന്നും KC വീർ DPSP എന്നത് ലക്ഷ്യങ്ങളുടെയും അഭിലാഷങ്ങളുടെയും പ്രകടന പത്രിക ആണെന്നും അവ വെറും ധാർമ്മിക പ്രബോധനം മാത്രമാണെന്നും അഭിപ്രായപ്പെട്ടു. സർ ഐവർ ജെന്നിങ്സ് DPSPയെ തീവ്രമായ അഭിലാഷങ്ങൾ മാത്രമായി കരുതി. സെക്കൻഡ് വൺ, ഇല്ലോജിക്കലി അറേഞ്ച്ഡ്. കൺസിസ്റ്റന്റ് ആയൊരു ഫിലോസഫിയെ അടിസ്ഥാനമാക്കി DPSPയെ യുക്തിപരമായി ക്രമീകരിച്ചിട്ടില്ലെന്ന് വിമർശകർ അഭിപ്രായപ്പെട്ടു. DPSP ശരിയായി ക്ലാസിഫൈ ചെയ്തിട്ടില്ല എന്നും യുക്തിപരമായി ക്രമീകരിച്ചിട്ടില്ല എന്നും ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക സാമൂഹിക പ്രശ്നങ്ങൾ താരതമ്യേന അപ്രധാനമായ വ്യവസ്ഥകളുമായി മിക്സ് ചെയ്തിരിക്കുന്നു എന്നും ക്രിറ്റിസിസം ഉയർന്നിരുന്നു. വിമർശകരുടെ അഭിപ്രായത്തിൽ DPSP സെന്റിമെന്റ് ആൻഡ് പ്രെജുഡിസിനെ അടിസ്ഥാനമാക്കി ഉള്ളതാണെന്നും മോഡേൺ പ്രൊവിഷൻസ് ഓൾഡ് പ്രൊവിഷൻസുമായി കമ്പൈൻ ചെയ്തിട്ടുണ്ടെന്നും സ്ഥിരതയുള്ള ഫിലോസഫിയുടെ അടിസ്ഥാനത്തിൽ ഉള്ളവ അല്ലെന്നും വ്യക്തമാക്കുന്നു. തേർഡ് വൺ ഈസ്
കൺസർവേറ്റീവ്. സർ ഐവർ ജെന്നിങ്സിന്റെ അഭിപ്രായത്തിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് 19-ാം നൂറ്റാണ്ടിലെ ഇംഗ്ലണ്ടിലെ രാഷ്ട്രീയ തത്വചിന്തയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. സിഡ്നി വെബിന്റെയും ബിയാട്രിസ് വെബിന്റെയും പ്രേതങ്ങൾ ടെക്സ്റ്റിന്റെ പേജുകളിലൂടെ കടന്നുപോകുന്നു എന്നും കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് 4 സോഷ്യലിസം ഇല്ലാത്ത ഫാബിയൻ സോഷ്യലിസത്തെ പ്രകടിപ്പിക്കുന്നു എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. 20-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ DPSP ഇന്ത്യയിൽ അനുയോജ്യമായേക്കാമെന്നും 21st സെഞ്ചുറിയിൽ അവ അനുയോജ്യമാണോ എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ കഴിയില്ല എന്നും 21st സെഞ്ചുറിയിൽ അവ പൂർണ്ണമായും ഔട്ട്മോഡാവാൻ സാധ്യതയുണ്ട് എന്നും സർ ഐവർ ജെന്നിങ്സ് അഭിപ്രായപ്പെട്ടിരുന്നു. ഫോർത്ത് വൺ ഈസ് കോൺസ്റ്റിറ്റ്യൂഷണൽ കോൺഫ്ലിക്റ്റ്. DPSP കോൺസ്റ്റിറ്റ്യൂഷണൽ കോൺഫ്ലിക്റ്റുകളിലേക്ക് നയിക്കുന്നുവെന്ന് കെ സന്താനം ചൂണ്ടിക്കാട്ടി. കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ, രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും തമ്മിൽ, അല്ലെങ്കിൽ ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിൽ DPSP കോൺഫ്ലിക്റ്റുകൾ സൃഷ്ടിച്ചേക്കാം എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ സെന്ററിന് DPSP നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകാൻ കഴിയും. ഈ നിർദ്ദേശങ്ങൾ പാലിക്കാത്ത സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിന് സംസ്ഥാന സർക്കാരിനെ ഡിസ്മിസ് ചെയ്യാൻ കഴിയുമെന്നും അതുപോലെ പാർലമെന്റ് പാസാക്കിയ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ലംഘിക്കുന്ന ഒരു ബിൽ പ്രധാനമന്ത്രിക്ക് ലഭിക്കുമ്പോൾ DPSP രാജ്യത്തിന്റെ ഭരണത്തിന് അടിസ്ഥാനമാണ്, അതിനാൽ DPSP അവഗണിക്കാൻ ഒരു മന്ത്രാലയത്തിന് അവകാശമില്ല എന്ന തരത്തിൽ രാഷ്ട്രപതി ആ ബിൽ നിരസിച്ചേക്കാം എന്നും അതുപോലെ തന്നെ സംസ്ഥാന തലത്തിൽ ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിൽ ഇത്തരത്തിലുള്ള ഒരു സംഘർഷം ഉണ്ടാകാമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. നെക്സ്റ്റ് വൺ ഈസ് യൂട്ടിലിറ്റി ഓഫ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. മേൽപ്പറഞ്ഞ വിമർശനങ്ങളും പോരായ്മകളും ഉണ്ടായിരുന്നിട്ടും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഭരണഘടനയുടെ അനാവശ്യ ഭാഗമല്ല. കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ അവ രാജ്യത്തിന്റെ ഭരണത്തിൽ അടിസ്ഥാനപരമാണെന്ന് പ്രഖ്യാപിക്കുന്നു. പ്രമുഖ നിയമജ്ഞനും നയതന്ത്രജ്ഞനുമായ LM സിംഗ്വിയുടെ അഭിപ്രായത്തിൽ കോൺസ്റ്റിറ്റ്യൂഷന് ജീവൻ നൽകുന്ന വ്യവസ്ഥകളാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. സാമൂഹിക നീതി ഉൾക്കൊള്ളുന്ന ഇവ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രധാന ഘടകമാണ്. DPSP പൂർണ്ണമായി നടപ്പിലാക്കിയാൽ നമ്മുടെ രാജ്യം തീർച്ചയായും ഭൂമിയിലെ ഒരു സ്വർഗമായിരിക്കുമെന്നും ഇന്ത്യ രാഷ്ട്രീയ അർത്ഥത്തിൽ ഉള്ള ഒരു ജനാധിപത്യ രാജ്യം മാത്രമല്ല, മറിച്ച് പൗരന്മാരുടെ ക്ഷേമം നോക്കുന്ന ഒരു ക്ഷേമരാഷ്ട്രം കൂടി ആയിരിക്കുമെന്നും ഇന്ത്യയുടെ മുൻ ചീഫ് ജസ്റ്റിസ് MC ചഗ്ല അഭിപ്രായപ്പെട്ടു. രാഷ്ട്രീയ ജനാധിപത്യത്തിൽ നിന്ന് വ്യത്യസ്തമായി സാമ്പത്തിക ജനാധിപത്യമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ലക്ഷ്യമെന്ന് DPSP വ്യക്തമാക്കുന്നു. അതിനാൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് മഹത്തരമാണെന്ന് ഡോക്ടർ BR അംബേദ്കർ വ്യക്തമാക്കി. ഗ്രാൻവിൽ ഓസ്റ്റിന്റെ അഭിപ്രായത്തിൽ DPSPയുടെ ലക്ഷ്യം സോഷ്യൽ റെവല്യൂഷനാണ്. സോഷ്യൽ റെവല്യൂഷൻ അഥവാ സാമൂഹിക വിപ്ലവത്തിന്റെ ലക്ഷ്യങ്ങൾ വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ സോഷ്യൽ റെവല്യൂഷൻ കൈവരിക്കുന്നതിന് ആവശ്യമായ വ്യവസ്ഥകൾ സ്ഥാപിച്ചുകൊണ്ട് അതിനെ സംരക്ഷിക്കുക എന്നതാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിന്റെ ലക്ഷ്യം എന്ന് അദ്ദേഹം വ്യക്തമാക്കി. സ്റ്റേറ്റ് അധികാരികൾക്കുള്ള ധാർമ്മിക നിയമങ്ങളാണ് DPSP എന്നും അവയ്ക്ക് വിദ്യാഭ്യാസ മൂല്യമെങ്കിലും ഉണ്ട് എന്നും കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ ഭരണഘടനാ ഉപദേഷ്ടാവ് ആയിരുന്ന സർ BN റാവു പ്രസ്താവിച്ചു. ഇന്ത്യയുടെ മുൻ അറ്റോർണി ജനറൽ MC സെറ്റൽവാദിന്റെ അഭിപ്രായപ്രകാരം DPSP നിയമപരമായ അവകാശങ്ങളൊന്നും നൽകുന്നില്ലെങ്കിലും ചില കാര്യങ്ങളിൽ അവ പ്രധാനപ്പെട്ടതും ഉപയോഗപ്രദവുമാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായപ്രകാരം DPSP ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ ഇന്ത്യയിലെ എല്ലാ അധികാരികൾക്കും ഉള്ള ജനറൽ റെക്കമെൻഡേഷൻസ് പോലെയാണ്. ഭരണഘടന ലക്ഷ്യമിടുന്ന സാമൂഹികവും സാമ്പത്തികവുമായ ഓർഡറിനെ അവ ഓർമ്മിപ്പിക്കുന്നു. DPSP കോടതികൾക്ക് ഉപയോഗപ്രദമായ ബെക്കൺ ലൈറ്റുകളായി പ്രവർത്തിച്ചു. ജുഡീഷ്യൽ റിവ്യൂവിന്റെ അധികാരം പ്രയോഗിക്കുന്നതിലും അവ കോടതികളെ സഹായിച്ചിട്ടുണ്ട്. അതായത് ഒരു നിയമത്തിന്റെ ഭരണഘടനാ സാധുത നിർണ്ണയിക്കാനുള്ള കോർട്ടിന്റെ അധികാരം പ്രയോജനപ്പെടുത്തുന്നതിൽ DPSP കോടതികളെ സഹായിച്ചിട്ടുണ്ട്. സ്റ്റേറ്റിന്റെ എല്ലാ നടപടികളിലും DPSP വളരെ ശക്തമായ ഒരു സ്വാധീനം രൂപപ്പെടുത്തുന്നു. DPSP ആംപ്ലിഫൈസ് ദി പ്രിയാമ്പിൾ. അതായത് ഇന്ത്യയിലെ എല്ലാ പൗരന്മാരുടെയും നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവ സംരക്ഷിക്കുന്നതിനു വേണ്ടി ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് നിലനിൽക്കുന്നു. ഇതുകൂടാതെ മറ്റു ചില പ്രത്യേകതകളും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനുണ്ട്. ഫസ്റ്റ് വൺ, അധികാരത്തിലുള്ള പാർട്ടിയുടെ മാറ്റങ്ങൾ കണക്കിലെടുക്കാതെ തന്നെ രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹിക മേഖലകളിലെ ആഭ്യന്തര നയങ്ങളിലും വിദേശ നയങ്ങളിലും DPSP സ്ഥിരതയും തുടർച്ചയും നിലനിർത്തുന്നു.
അതായത് ഡൊമസ്റ്റിക് ആൻഡ് ഫോറിൻ പോളിസികളിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് സ്ഥിരതയും തുടർച്ചയും നിലനിർത്തുന്നു. സെക്കൻഡ് വൺ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് മൗലികാവകാശങ്ങൾക്ക് അനുബന്ധമാണ്. സിറ്റിസൺസിന് സാമൂഹികവും സാമ്പത്തികവുമായ അവകാശങ്ങൾ നൽകുന്നതിലൂടെ പാർട്ട് 3 ശൂന്യത നികത്തുക എന്നതാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഉദ്ദേശിക്കുന്നത്. പാർട്ട് 3 ഫണ്ടമെന്റൽ റൈറ്റിലൂടെ പൊളിറ്റിക്കൽ ഡെമോക്രസിയും പാർട്ട് 4 DPSPയിലൂടെ സോഷ്യോ എക്കണോമിക് ഡെമോക്രസിയും കോൺസ്റ്റിറ്റ്യൂഷൻ സിറ്റിസൺസിന് പ്രൊവൈഡ് ചെയ്യുന്നു. തേർഡ് വൺ, സാമ്പത്തിക ജനാധിപത്യമില്ലാത്ത ഒരു രാഷ്ട്രീയ ജനാധിപത്യത്തിന് അർത്ഥമില്ല. അതിനാൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് നടപ്പിലാക്കുന്നത് സിറ്റിസൺസിന്റെ അടിസ്ഥാന അവകാശങ്ങൾ ശരിയായി ലഭ്യമാക്കുന്നതിന് അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. ഫോർത്ത് വൺ, സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ സ്വാധീനവും നിയന്ത്രണവും പ്രയോഗിക്കാൻ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് പ്രതിപക്ഷത്തെ പ്രാപ്തരാക്കുന്നു. ഭരണകക്ഷിയുടെ പ്രവർത്തനങ്ങൾ DPSPക്ക് എതിരാണ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഭരണകക്ഷിയെ കുറ്റപ്പെടുത്തുവാൻ പ്രതിപക്ഷത്തിന് കഴിയും. ഫിഫ്ത്ത് വൺ, കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിക്ലറേഷൻസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന DPSPയുടെ അടിസ്ഥാനത്തിൽ ജനങ്ങൾക്ക് സർക്കാർ നയങ്ങൾ, ഗവൺമെന്റ് പ്രോഗ്രാംസ് എന്നിവ പരിശോധിക്കാം. അതിനാൽ സർക്കാരിന്റെ പ്രകടനത്തിന് നിർണായകമായ ഒരു പരീക്ഷണമായി ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് പ്രവർത്തിക്കുന്നു. സിക്സ്ത് വൺ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് സെർവ്സ് ആസ് എ കോമൺ പൊളിറ്റിക്കൽ മാനിഫെസ്റ്റോ. അതായത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഒരു പൊതു രാഷ്ട്രീയ പ്രകടന പത്രികയായി നിലനിൽക്കുന്നു. അതിനാൽ ഒരു ഭരണകക്ഷി അതിന്റെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം പരിഗണിക്കാതെ, അതായത് റൂളിംഗ് പാർട്ടിയുടെ പൊളിറ്റിക്കൽ ഐഡിയോളജി പരിഗണിക്കാതെ തന്നെ ഭരണകക്ഷി അതിന്റെ ലെജിസ്ലേറ്റീവ് ആൻഡ് എക്സിക്യൂട്ടീവ് പ്രവൃത്തികളിൽ DPSPയെ ഒരു ഗൈഡായി കരുതണം. കോൺഫ്ലിക്ട്സ് ബിറ്റ്വീൻ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. ഒരു വശത്ത് ജസ്റ്റിഷ്യബിൾ ആയ ഫണ്ടമെന്റൽ റൈറ്റും മറുവശത്ത് DPSP പാലിക്കണമെന്നുള്ള സ്റ്റേറ്റിന്റെ ധാർമ്മിക ബാധ്യതയും കാരണം ഭരണഘടനയുടെ തുടക്കം മുതൽ തന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സും DPSPയും തമ്മിലുള്ള സംഘർഷം തുടങ്ങിയിരുന്നു. 1951 ചെമ്പകം ദൊറൈരാജൻ കേസിൽ ഫണ്ടമെന്റൽ റൈറ്റും DPSPയും തമ്മിൽ സംഘർഷമുണ്ടായാൽ ഫണ്ടമെന്റൽ റൈറ്റിന് പ്രാധാന്യം നൽകണമെന്നും DPSPയെ ഫണ്ടമെന്റൽ റൈറ്റിന് സബ്സിഡറിയായി കരുതണമെന്നും സുപ്രീം കോടതി വിധിച്ചിരുന്നു. പക്ഷേ പാർലമെന്റിന് ഫണ്ടമെന്റൽ റൈറ്റിനെ ഭേദഗതി ചെയ്യാമെന്നും സുപ്രീം കോടതി അന്ന് നിർദ്ദേശിച്ചിരുന്നു. തൽഫലമായി DPSP നടപ്പിലാക്കാൻ 1951 ഫസ്റ്റ് അമെൻമെന്റ്, 1955 സെക്കൻഡ് അമെൻമെന്റ്, 1964 17th അമെൻമെന്റ് എന്നിവ പാർലമെന്റ് നടപ്പിലാക്കി. എന്നാൽ മേൽപ്പറഞ്ഞ സാഹചര്യം 1967 ഗോലക്നാഥ് കേസിലെ സുപ്രീം കോടതി വിധിയെ തുടർന്ന് ഒരു വലിയ മാറ്റത്തിന് വിധേയമായി. പാർലമെന്റിന് ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ഭരണഘടനയിൽ നിന്നും എടുത്തു കളയാനോ വെട്ടിച്ചുരുക്കാനോ കഴിയില്ല എന്ന് ഗോലക്നാഥ് കേസിൽ സുപ്രീം കോടതി വ്യക്തമാക്കി. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് നടപ്പിലാക്കുന്നതിനായി സിറ്റിസൺസിന്റെ അടിസ്ഥാന അവകാശങ്ങൾ ഭേദഗതി ചെയ്യാൻ കഴിയില്ല എന്ന് കോടതി വ്യക്തമാക്കി. ഇതിനെ തുടർന്ന് ഗോലക്നാഥ് കേസിലെ സുപ്രീം കോടതി വിധി മറികടക്കുന്നതിനായി 1971 24th and 25th അമെൻമെന്റുകൾ പാർലമെന്റ് നടപ്പിലാക്കി. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റിലൂടെ പാർലമെന്റിന് ഒരു ഫണ്ടമെന്റൽ റൈറ്റ് എടുത്തു കളയാനോ വെട്ടിച്ചുരുക്കാനോ ഉള്ള അധികാരമുണ്ടെന്ന് 24th അമെൻമെന്റ് പ്രഖ്യാപിച്ചു. അതിനുശേഷം 25th അമെൻമെന്റിലൂടെ 2 വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്ന ആർട്ടിക്കിൾ 31C ഭരണഘടനയിൽ ഉൾപ്പെടുത്തി. 25th അമെൻമെന്റ് നടപ്പിലാക്കുമ്പോൾ സ്വത്തവകാശം എന്നത് ഫണ്ടമെന്റൽ റൈറ്റ് ആയിരുന്നു. ആർട്ടിക്കിൾ 39 സബ് ക്ലോസ് ബി, സബ് ക്ലോസ് സി എന്നിവയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഒരു നിയമവും ആർട്ടിക്കിൾ 14, 19, 31 എന്നിവയിൽ പറഞ്ഞിരിക്കുന്ന മൗലികാവകാശങ്ങളുടെ ലംഘനത്തിന്റെ അടിസ്ഥാനത്തിൽ അസാധുവാകുകയില്ല എന്ന് ആർട്ടിക്കിൾ 31C ആദ്യ വ്യവസ്ഥ വ്യക്തമാക്കുന്നു. ആർട്ടിക്കിൾ 39 സബ് ക്ലോസ് ബി, സബ് ക്ലോസ് സി എന്നിവയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് നടപ്പിലാക്കുന്നതിനായി കൊണ്ടുവരുന്ന ഒരു നിയമവും കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടില്ല എന്ന് സെക്കൻഡ് പ്രൊവിഷനിൽ ഉൾപ്പെടുത്തിയിരുന്നു. എന്നാൽ ജുഡീഷ്യൽ റിവ്യൂ ഭരണഘടനയുടെ അടിസ്ഥാന സവിശേഷത ആയതിനാൽ സുപ്രീം കോടതി കേശവാനന്ദ ഭാരതി കേസിൽ ആർട്ടിക്കിൾ 31C മേൽപ്പറഞ്ഞ രണ്ടാമത്തെ വ്യവസ്ഥ ഭരണഘടനാ വിരുദ്ധവും അസാധുവുമാണെന്ന് പ്രഖ്യാപിച്ചു. എന്നിരുന്നാലും ആർട്ടിക്കിൾ 31C ആദ്യ വ്യവസ്ഥ കോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി.
പിന്നീട് വീണ്ടും 1976 42nd അമെൻമെന്റിലൂടെ പാർലമെന്റ് ആർട്ടിക്കിൾ 31C ആദ്യ വ്യവസ്ഥയുടെ വ്യാപ്തി വർദ്ധിപ്പിച്ചു. ഈ എക്സ്റ്റൻഷനിലൂടെ ആർട്ടിക്കിൾ 39 സബ് ക്ലോസ് ബി, സബ് ക്ലോസ് സി എന്നിവയിൽ വ്യക്തമാക്കിയ DPSPകൾക്ക് പകരം എല്ലാ DPSPകളും നടപ്പിലാക്കുന്നതിനുള്ള നിയമത്തെ ആർട്ടിക്കിൾ 14, 19, 31 എന്നിവയിൽ നിന്നും പരിരക്ഷിച്ചു. അതായത് മുൻപ് ആർട്ടിക്കിൾ 39B, C എന്നിവയിൽ വ്യക്തമാക്കിയ DPSPക്ക് മാത്രമല്ല, പകരം എല്ലാ DPSPകളും നടപ്പിലാക്കാനുള്ള നിയമത്തിനും ആർട്ടിക്കിൾ 14, 19, 31 എന്നിവ നൽകുന്ന മൗലികാവകാശങ്ങൾക്ക് മേൽ നിയമപരമായ സ്ഥാനം നൽകി. എന്നാൽ 1980 മിനർവ മിൽസ് കേസിൽ സുപ്രീം കോടതി ഈ എക്സ്റ്റൻഷൻ അസാധുവാക്കി. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഒരിക്കൽ കൂടി മൗലികാവകാശങ്ങൾക്ക് കീഴിലാണ് എന്നതാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എക്സ്റ്റൻഷൻ മാത്രമാണ് സുപ്രീം കോടതി അസാധുവാക്കിയത്. ആർട്ടിക്കിൾ 39 സബ് ക്ലോസ് ബി, സബ് ക്ലോസ് സി എന്നിവയിലെ DPSPകൾ ഇപ്പോഴും ആർട്ടിക്കിൾ 14, 19 എന്നിവയിൽ നിന്നും സംരക്ഷിക്കപ്പെടുന്നു. അതായത് ഫണ്ടമെന്റൽ റൈറ്റിന് സബോർഡിനേറ്റ് ആയാണ് DPSP നിലനിൽക്കുന്നതെങ്കിലും ആർട്ടിക്കിൾ 14, 19 എന്നീ ഫണ്ടമെന്റൽ റൈറ്റുകൾ ആർട്ടിക്കിൾ 39B, C എന്നിവയിലെ DPSPകൾക്ക് സബോർഡിനേറ്റായി നിലനിൽക്കുന്നു. പിന്നീട് 1978 44th അമെൻമെന്റിലൂടെ ആർട്ടിക്കിൾ 31 പറഞ്ഞിരുന്ന സ്വത്തവകാശം ഫണ്ടമെന്റൽ റൈറ്റിൽ നിന്നും എടുത്തു മാറ്റുകയും സ്വത്തവകാശം എന്നത് ഒരു ലീഗൽ റൈറ്റാക്കി മാറ്റുകയും ചെയ്തു. 1980 മിനർവ മിൽസ് കേസിൽ സുപ്രീം കോടതി സുപ്രധാനമായ ഒരു കാര്യം വ്യക്തമാക്കി. ഫണ്ടമെന്റൽ റൈറ്റും DPSPയും തമ്മിലുള്ള സന്തുലിതാവസ്ഥയുടെ അടിത്തറയിലാണ് ഇന്ത്യൻ ഭരണഘടന സ്ഥാപിതമായത് എന്നും സോഷ്യൽ റെവല്യൂഷൻ എന്നത് അവ ഒരുമിച്ചുള്ള പ്രതിബദ്ധതയിലൂടെ മാത്രമേ സാധ്യമാവൂ എന്നും അതിനാൽ തന്നെ അവ ഒരു രഥത്തിന്റെ 2 ചക്രങ്ങൾ പോലെയാണ്, ഒന്ന് മറ്റേതിനേക്കാൾ കുറവല്ല എന്നും ഒന്നിന് പുറമെ മറ്റൊന്നിന് പ്രാധാന്യം നൽകുന്നത് ഭരണഘടനയുടെ യോജിപ്പിന് ഭംഗം വരുത്തുമെന്നും ഫണ്ടമെന്റൽ റൈറ്റും DPSPയും തമ്മിലുള്ള സന്തുലിതാവസ്ഥ ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു അനിവാര്യ സവിശേഷതയാണ് എന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. DPSP നിർദ്ദേശിച്ച ലക്ഷ്യങ്ങൾ ഫണ്ടമെന്റൽ റൈറ്റ് റദ്ദാക്കാതെ തന്നെ സ്റ്റേറ്റ് നേടേണ്ടതുണ്ട് എന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. അതിനാൽ ഫണ്ടമെന്റൽ റൈറ്റിന് DPSPക്ക് മേൽ ആധിപത്യം ഉണ്ട് എന്ന് ഇതിലൂടെ വ്യക്തമാണ്. എന്നിരുന്നാലും DPSP നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് ഇത് അർത്ഥമാക്കുന്നില്ല. പകരം പാർലമെന്റിന് ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ, അതായത് ബേസിക് സ്ട്രക്ചറിനെ നശിപ്പിക്കാതെ തന്നെ ഫണ്ടമെന്റൽ റൈറ്റ് അമെൻഡ് ചെയ്യാൻ കഴിയും. ഇനി ഫണ്ടമെന്റൽ റൈറ്റും DPSPയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ചില കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്നും സ്റ്റേറ്റിനെ ഫണ്ടമെന്റൽ റൈറ്റ് വിലക്കുന്നതിനാൽ ഇത് നെഗറ്റീവാണ്. എന്നാൽ സ്റ്റേറ്റ് ചില കാര്യങ്ങൾ ചെയ്യണം എന്ന് നിർദ്ദേശിക്കുന്നതിനാൽ DPSP പോസിറ്റീവാണ്. ഫണ്ടമെന്റൽ റൈറ്റ് ജസ്റ്റീഷ്യബിൾ ആണ്. അതായത് ഫണ്ടമെന്റൽ റൈറ്റ് നിഷേധിക്കപ്പെട്ടാൽ കോടതി മുഖേന എൻഫോഴ്സ് ചെയ്യാൻ കഴിയും. പക്ഷേ DPSP നോൺ ജസ്റ്റീഷ്യബിൾ ആണ്. നിഷേധിക്കപ്പെട്ടാൽ കോടതി മുഖേന നിയമസാധുതയില്ല. ഫണ്ടമെന്റൽ റൈറ്റ് രാഷ്ട്രീയ ജനാധിപത്യത്തെ സൂചിപ്പിക്കുന്നുവെങ്കിൽ DPSP സാമൂഹിക സാമ്പത്തിക ജനാധിപത്യത്തെ സൂചിപ്പിക്കുന്നു. ഫണ്ടമെന്റൽ റൈറ്റിന് നിയമസാധുത നൽകുന്നുവെങ്കിൽ DPSPക്ക് ധാർമ്മികവും രാഷ്ട്രീയവുമായ സാധുത നൽകുന്നു. ഫണ്ടമെന്റൽ റൈറ്റ് ഒരു വ്യക്തിയുടെ ക്ഷേമത്തെ സൂചിപ്പിക്കുന്നതിനാൽ പേഴ്സണൽ അഥവാ ഇൻഡിവിജ്വലിസ്റ്റിക് ആണ്. പക്ഷേ DPSP ഒരു സമൂഹത്തിന്റെ ക്ഷേമത്തെ സൂചിപ്പിക്കുന്നതിനാൽ സൊസൈറ്റേറിയൻ അഥവാ സോഷ്യലിസ്റ്റിക് ആണ്. ഫണ്ടമെന്റൽ റൈറ്റ് സ്വമേധയാ നടപ്പിലാക്കാൻ കഴിയുന്നവയാണ്. പക്ഷേ DPSP നിയമനിർമ്മാണത്തിലൂടെ മാത്രമേ നടപ്പിലാക്കാൻ കഴിയുകയുള്ളൂ. ഫണ്ടമെന്റൽ റൈറ്റ് നിഷേധിക്കുന്ന ഒരു നിയമത്തെ അൺകോൺസ്റ്റിറ്റ്യൂഷണലായി കോടതിക്ക് പ്രഖ്യാപിക്കാം. എന്നാൽ DPSP നിഷേധിക്കുന്ന ഒരു നിയമത്തെ അതിൻ്റെ പേരിൽ കോടതിയിൽ ചോദ്യം ചെയ്യാനാവില്ല. എന്നിരുന്നാലും DPSP നടപ്പിലാക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു നിയമത്തെ DPSPയുടെ നിർദ്ദേശങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന അടിസ്ഥാനത്തിൽ കോടതിക്ക് പരിശോധിക്കാം. നെക്സ്റ്റ് ഈസ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. 1950 മുതൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ DPSP നടപ്പിലാക്കുന്നതിനുള്ള നിരവധി നിയമങ്ങൾ നിർമ്മിച്ചു. അത്തരം നിയമങ്ങളിലൂടെ ഇന്ത്യയിൽ നിലവിൽ വന്ന പ്രോഗ്രാമുകൾ ഏതൊക്കെയെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, DPSPയുടെ ഭാഗമായി രാജ്യവികസനം സാധ്യമാക്കുന്നതിനായി 1950 ആസൂത്രണ കമ്മീഷൻ അഥവാ പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നു.
സാമൂഹികവും സാമ്പത്തികവുമായ നീതി ഉറപ്പുവരുത്തുക, വരുമാനം, പദവി, അവസരങ്ങൾ എന്നിവയിലെ അസമത്വങ്ങൾ കുറയ്ക്കുക എന്നിവയായിരുന്നു പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യം. 2015 ആസൂത്രണ കമ്മീഷനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് നീതി ആയോഗ് അഥവാ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്ന പുതിയ സ്ഥാപനം നിലവിൽ വന്നു. സെക്കൻഡ് വൺ, DPSPയുടെ ഭാഗമായി കാർഷിക സമൂഹത്തിൽ മാറ്റങ്ങൾ വരുത്താനും ഗ്രാമീണ ജനതയുടെ അവസ്ഥ മെച്ചപ്പെടുത്താനും ഓൾമോസ്റ്റ് എല്ലാ സംസ്ഥാനങ്ങളും ഭൂപരിഷ്കരണ നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ജമീന്ദാർസ്, ജാഗിർദാർസ്, ഇനാംദാർസ് തുടങ്ങിയ ഇടനിലക്കാരെ നിർത്തലാക്കൽ, കുടികിടപ്പ് പരിഷ്കാരങ്ങൾ അഥവാ കുടികിടപ്പ് അവകാശങ്ങൾക്കായി കൊണ്ടുവന്ന സെക്യൂരിറ്റി ഓഫ് ടെന്യൂർ, ന്യായമായ വാടക തുടങ്ങിയ കാര്യങ്ങൾ, ഭൂവുടമകളിൽ ഭൂമി കൈവശം വയ്ക്കുന്നതിന് പരിധി ചുമത്തൽ, ഭൂരഹിതരായ തൊഴിലാളികൾക്കിടയിൽ മിച്ചഭൂമിയുടെ വിതരണം, സഹകരണ കൃഷി സജ്ജമാക്കുക മുതലായവ ഭൂപരിഷ്കരണ നിയമവുമായി ബന്ധപ്പെട്ട നടപടികളിൽ ഉൾപ്പെടുന്നു. ഇവിടെ ഭൂപരിഷ്കൃത നിയമവുമായി ബന്ധമുള്ള ടെനൻസി റീഫോമിലെ സെക്യൂരിറ്റി ഓഫ് ടെന്യൂർ, ഫെയർ വേജ് പോലുള്ളവ ഭൂവുടമകളിൽ നിന്നും തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിനു വേണ്ടി നടപ്പിലാക്കിയവയാണ്. പണ്ടത്തെ ജന്മിത്ത വ്യവസ്ഥയിൽ കൃഷിഭൂമിയുടെ കൈവശാവകാശത്തിലും പാട്ടത്തുക നൽകുന്നതിലും പല ചൂഷണങ്ങളും തൊഴിലാളികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതിനാലാണ് ഇത്തരം നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത്. തേർഡ് വൺ, DPSPയുടെ ഭാഗമായി തൊഴിലാളികളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി കമ്പനി നിയമം, ഖനി നിയമം, വ്യാവസായിക തർക്ക നിയമം, നഷ്ടപരിഹാര നിയമം, മിനിമം വേജസ് ആക്ട് മുതലായവ നിലവിൽ വന്നു. 2006 ഗവൺമെന്റ് ബാലവേല നിരോധിച്ചു. 2016 ബാലവേല നിരോധന നിയന്ത്രണ നിയമത്തെ ചൈൽഡ് ആൻഡ് അഡോളസെന്റ് ലേബർ പ്രൊഹിബിഷൻ ആക്ട് എന്ന് പുനർനാമകരണം ചെയ്തു. ഫോർത്ത് വൺ, DPSPയുടെ ഭാഗമായി സ്ത്രീ തൊഴിലാളികളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ 1961 മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട് അഥവാ പ്രസവാനുകൂല്യ നിയമം, 1976 തുല്യ പ്രതിഫല നിയമം എന്നിവ നടപ്പിലാക്കി. ഫിഫ്ത്ത് വൺ, DPSPയുടെ ഭാഗമായി സാമ്പത്തിക സ്രോതസ്സുകൾ കാര്യക്ഷമമായി ഉപയോഗപ്പെടുത്താൻ സമൂഹത്തിന്റെ പൊതുനന്മ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള വിവിധ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. 1956 ലൈഫ് ഇൻഷുറൻസ് പദ്ധതിയുടെ ദേശസാൽക്കരണം, 1969 14 പ്രമുഖ വാണിജ്യ ബാങ്കുകൾ അഥവാ കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ ദേശസാൽക്കരണം, 1971 ജനറൽ ഇൻഷുറൻസിന്റെ നാഷണലൈസേഷൻ, 1971 പ്രിവി പേഴ്സ് നിർത്തലാക്കൽ മുതലായവ ഇതിൽ ഉൾപ്പെടുന്നു. കരാർ പ്രകാരം ഇന്ത്യയോടൊപ്പം നിന്ന നാട്ടുരാജ്യങ്ങളിലെ രാജകുടുംബങ്ങൾക്ക് ഗവൺമെന്റ് നൽകിയിരുന്ന പേയ്മെന്റിനെയാണ് പ്രിവി പേഴ്സ് എന്ന് പറയുന്നത്. 1971 ഗവൺമെന്റ് ഇത് നിർത്തലാക്കി. എന്നാൽ 1947 മുൻപ് രാജ്യഭരണം നിർവഹിച്ചിരുന്നവർക്ക് ഗവൺമെന്റ് അലോവൻസ് നൽകിയിരുന്നു. റാണി സേതു ലക്ഷ്മിബായി 1985 മരിക്കുന്നതുവരെ ഗവൺമെന്റിൽ നിന്നും അലോവൻസസ് നൽകിയിരുന്നു. സിക്സ്ത് വൺ, DPSPയുടെ ഭാഗമായി 1987 നിലവിൽ വന്ന ലീഗൽ സർവീസസ് അതോറിറ്റീസ് ആക്ട് രാജ്യവ്യാപകമായി പാവപ്പെട്ടവർക്ക് സൗജന്യവും കാര്യക്ഷമവുമായ നിയമസഹായം നൽകുകയും തുല്യനീതി പ്രോത്സാഹിപ്പിക്കുന്നതിന് ലോക അദാലത്ത് സംഘടിപ്പിക്കുകയും ചെയ്തു. നിയമപരമായ തർക്കങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഒരു വേദിയാണ് ലോക അദാലത്ത്. ലോക അദാലത്തിന് സിവിൽ കോടതിയുടെ പദവി നൽകിയിട്ടുണ്ട്. ലോക അദാലത്തിന് എതിരെ ഒരു കോടതിയിലും അപ്പീൽ ഇല്ലാത്തതിനാൽ തീരുമാനങ്ങൾ അന്തിമവും പ്രാബല്യത്തിൽ വരുത്താവുന്നതും കക്ഷികളെ ബാധിക്കുന്നതുമാണ്. സെവൻത് വൺ, DPSPയുടെ ഭാഗമായി ഗ്രാമീണ മേഖലയിൽ കുടിൽ വ്യവസായങ്ങളുടെ വികസനത്തിനായി ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ്, ചെറുകിട വ്യവസായ ബോർഡ്, കൈത്തറി ബോർഡ്, കരകൗശല ബോർഡ്, കയർ ബോർഡ്, സിൽക്ക് ബോർഡ് തുടങ്ങിയവ സ്ഥാപിച്ചു. എയ്ത്ത് വൺ, DPSPയുടെ ഭാഗമായി ആളുകളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനായി കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം, സംയോജിത ഗ്രാമവികസന പരിപാടി, മലപ്രദേശങ്ങൾ, വരൾച്ചാ സാധ്യതയുള്ള പ്രദേശങ്ങൾ എന്നിവയുടെ വികസനത്തിനുള്ള പ്രോഗ്രാമുകൾ, ജവഹർ റോസ്ഗർ യോജന, മൻരേഗ അഥവാ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പരിപാടി മുതലായവ ആരംഭിച്ചു. നയൻത് വൺ, DPSPയുടെ ഭാഗമായി വനം, വന്യജീവികൾ എന്നിവയുടെ സംരക്ഷണത്തിനായി വൈൽഡ് ലൈഫ് ആക്ടും ഫോറസ്റ്റ് ആക്ടും നിലവിൽ വന്നു. കൂടാതെ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനുമായി വാട്ടർ ആക്ട്, എയർ ആക്ട് എന്നിവ നിലവിൽ വരികയും കേന്ദ്ര സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡുകൾ സ്ഥാപിക്കുകയും ചെയ്തു. വനങ്ങളുടെ സംരക്ഷണവും വികസനവും ലക്ഷ്യമിടുന്ന ദേശീയ വന നയവും ഇതിന്റെ ഭാഗമാണ്. 10th വൺ, DPSPയുടെ ഭാഗമായി മെച്ചപ്പെട്ട കാർഷിക വിത്തുകൾ,
വളങ്ങൾ, ജലസേചന സൗകര്യങ്ങൾ എന്നിവ നൽകിക്കൊണ്ട് കൃഷി ആധുനികവൽക്കരിക്കുകയും മൃഗസംരക്ഷണം ആധുനികവും ശാസ്ത്രീയവുമായ രീതിയിൽ സംഘടിപ്പിക്കുന്നതിന് വിവിധ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. 11th വൺ DPSPയുടെ ഭാഗമായി ഗ്രാമത്തിലും താലൂക്കിലും ജില്ലയിലുമായി നടപ്പിലാക്കിയ ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം എല്ലാ ഗ്രാമങ്ങളും ഒരു റിപ്പബ്ലിക് ആയിരിക്കണം എന്ന ഗാന്ധിജിയുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കി. 1992 73rd അമെൻമെന്റിലൂടെയാണ് ഈ പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ പദവിയും സംരക്ഷണവും നൽകിയത്. 12th വൺ DPSPയുടെ ഭാഗമായി പട്ടികജാതി പട്ടികവർഗക്കാർക്കും മറ്റു ദുർബല വിഭാഗങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സർക്കാർ സേവനങ്ങളിലും സീറ്റ് സംവരണം ചെയ്തു. 1976 പൗരാവകാശ സംരക്ഷണ നിയമമായി പുനർനാമകരണം ചെയ്യപ്പെട്ട 1955 തൊട്ടുകൂടായ്മ നിയമം, 1989 SCസിനും STസിനും എതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിനുള്ള നിയമം എന്നിവ പട്ടികജാതി പട്ടികവർഗക്കാരെ ചൂഷണത്തിൽ നിന്നും സാമൂഹിക അനീതിയിൽ നിന്നും സംരക്ഷിക്കുന്നതിനു വേണ്ടി നടപ്പിലാക്കിയവയാണ്. 1990 65th അമെൻമെന്റ് SC/ST വിഭാഗങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഒരു ദേശീയ കമ്മീഷൻ സ്ഥാപിച്ചു. പിന്നീട് 2003 89th അമെൻമെന്റ് ഈ സംയോജിത കമ്മീഷനെ നാഷണൽ കമ്മീഷൻ ഫോർ SC എന്നും നാഷണൽ കമ്മീഷൻ ഫോർ ST എന്നും രണ്ടായി വിഭജിച്ചു. DPSPയുടെ ഭാഗമായി സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങളുടെ സാമൂഹികവും സാമ്പത്തികവും വിദ്യാഭ്യാസപരവുമായ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി ദേശീയ തലത്തിലുള്ള വിവിധ കമ്മീഷനുകൾ സ്ഥാപിച്ചു. പിന്നോക്ക വിഭാഗങ്ങൾക്കുള്ള ദേശീയ കമ്മീഷൻ, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ, വനിതാ കമ്മീഷൻ, ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. പിന്നീട് 2018 102nd അമെൻമെന്റ് പിന്നോക്ക വിഭാഗങ്ങൾക്കുള്ള ദേശീയ കമ്മീഷന് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് നൽകുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുകയും ചെയ്തു. DPSPയുടെ ഭാഗമായി 2019 103rd അമെൻമെന്റിലൂടെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് 10% സംവരണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കുള്ള പ്രവേശനത്തിനും ഗവൺമെന്റ് സിവിൽ തസ്തികകളിലും സേവനങ്ങളിലും ഏർപ്പെടുത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കി. നിലവിലുള്ള SC/ST OBC സംവരണ പദ്ധതികളിൽ ഒന്നിലും ഉൾപ്പെടാത്ത EWS വിഭാഗങ്ങളിൽപ്പെട്ട വ്യക്തികൾക്ക് ഈ സംവരണം പ്രയോജനപ്പെടുത്താവുന്നതാണ്. 13th വൺ DPSPയുടെ ഭാഗമായി നിലവിൽ വന്ന 1973 ക്രിമിനൽ പ്രൊസീജിയർ കോഡ് സ്റ്റേറ്റിന്റെ പൊതുസേവനങ്ങളിൽ എക്സിക്യൂട്ടീവിൽ നിന്നും ജുഡീഷ്യറിയെ വേർതിരിച്ചു. 1973 മുൻപ് ഈ വേർതിരിവ് ഇല്ലായിരുന്നു. ജില്ലാ അധികാരികളായ കലക്ടർ, സബ് ഡിവിഷണൽ ഓഫീസർ, തഹസിൽദാർ തുടങ്ങിയവർ എക്സിക്യൂട്ടീവുകൾ ആണ്. അവർ എക്സിക്യൂട്ടീവിനൊപ്പം ജുഡീഷ്യൽ അധികാരങ്ങളും ഉപയോഗിച്ചിരുന്നു. 1973 ശേഷം ജുഡീഷ്യൽ അധികാരങ്ങൾ ഈ എക്സിക്യൂട്ടീവ് അധികാരികളിൽ നിന്ന് എടുത്തു മാറ്റുകയും ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ജില്ലാ ജുഡീഷ്യൽ മജിസ്ട്രേറ്റുകൾക്ക് ഈ ജുഡീഷ്യൽ പവർ നൽകുകയും ചെയ്തു. 14th വൺ DPSPയുടെ ഭാഗമായി ദേശീയ പ്രാധാന്യമുള്ള സ്മാരകങ്ങളും സ്ഥലങ്ങളും വസ്തുക്കളും സംരക്ഷിക്കുന്നതിനുള്ള നിയമം 1951 നിലവിൽ വന്നു. 15th വൺ DPSPയുടെ ഭാഗമായി പൊതുജനാരോഗ്യം മെച്ചപ്പെടുത്താൻ രാജ്യത്തുടനീളം പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും ആശുപത്രികളും സ്ഥാപിച്ചു. കൂടാതെ മലേറിയ, TB, എയ്ഡ്സ്, ക്യാൻസർ, ഫിലേറിയ, ജപ്പാനീസ് എൻസെഫലിറ്റിസ് തുടങ്ങിയ വ്യാപകമായ രോഗങ്ങൾ ഉന്മൂലനം ചെയ്യാൻ പ്രത്യേക പരിപാടികളും ആരംഭിച്ചു. 16th വൺ DPSPയുടെ ഭാഗമായി ചില സംസ്ഥാനങ്ങളിൽ പശു, പശുക്കിടാവ്, കാള എന്നിവയെ കൊല്ലുന്നത് നിരോധിക്കാനുള്ള നിയമങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട്. 17th വൺ DPSPയുടെ ഭാഗമായി ചില സംസ്ഥാനങ്ങൾ 65 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് വാർദ്ധക്യ പെൻഷൻ പദ്ധതികൾ ആരംഭിച്ചു. 18th വൺ DPSPയുടെ ഭാഗമായി അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും പ്രോത്സാഹിപ്പിക്കുന്നതിന് ചേരിചേരാ നയവും പഞ്ചശീല തത്വങ്ങളുമാണ് ഇന്ത്യ പിന്തുടരുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ മേൽപ്പറഞ്ഞ നടപടികൾ ഉണ്ടായിരുന്നിട്ടും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഫലപ്രദമായും പൂർണ്ണമായും നടപ്പാക്കിയിട്ടില്ല. പ്രതികൂല സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങൾ, ഉയർന്ന ജനസംഖ്യ, കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിലെ അപര്യാപ്തത തുടങ്ങിയ നിരവധി കാരണങ്ങളാലാണ് ഇത് സാധ്യമാവാത്തത്. നെക്സ്റ്റ് ഈസ് ഡയറക്റ്റീവ്സ് ഔട്ട്സൈഡ് പാർട്ട് 4. പാർട്ട് 4ൽ ഉൾപ്പെടുത്തിയിട്ടുള്ള നിർദ്ദേശങ്ങൾ കൂടാതെ ഭരണഘടനയുടെ മറ്റു ഭാഗങ്ങളിൽ അടങ്ങിയിരിക്കുന്ന മറ്റു ചില നിർദ്ദേശങ്ങളും ഉണ്ട്. ഫസ്റ്റ് വൺ, പാർട്ട് 16 ആർട്ടിക്കിൾ 335. SC/ST വിഭാഗങ്ങളുടെ അവകാശവാദങ്ങൾ കണക്കിലെടുത്തുകൊണ്ട്
കേന്ദ്ര സംസ്ഥാന സേവനങ്ങളിലേക്കും പോസ്റ്റുകളിലേക്കുമുള്ള SC/ST വിഭാഗങ്ങളുടെ നിയമനങ്ങളുടെ കാര്യക്ഷമത നിലനിർത്തണം എന്ന് പാർട്ട് 16 ആർട്ടിക്കിൾ 335 വ്യക്തമാക്കുന്നു. സെക്കൻഡ് വൺ, പാർട്ട് 17 ആർട്ടിക്കിൾ 350A. രാജ്യത്തുടനീളം എല്ലാ സംസ്ഥാനങ്ങളും എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും വിദ്യാഭ്യാസത്തിന്റെ പ്രാഥമിക ഘട്ടത്തിൽ ഭാഷാപരമായ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെടുന്ന കുട്ടികൾക്ക് മാതൃഭാഷയിൽ മതിയായ സൗകര്യങ്ങളും നിർദ്ദേശങ്ങളും നൽകാൻ ശ്രമിക്കണം എന്ന് പാർട്ട് 17 ആർട്ടിക്കിൾ 350A നിർദ്ദേശിക്കുന്നു. തേർഡ് വൺ, പാർട്ട് 17 ആർട്ടിക്കിൾ 351. ഹിന്ദി ഭാഷയുടെ വ്യാപനവും വികസനവും പ്രോത്സാഹിപ്പിക്കുക എന്നത് കേന്ദ്രത്തിന്റെ ചുമതലയാണെന്നും ഇന്ത്യയുടെ സംയോജിത സംസ്കാരത്തിന്റെ എല്ലാ ഘടകങ്ങളുടെയും ആവിഷ്കാരത്തിനുള്ള ഒരു മാധ്യമമായി വർത്തിക്കുന്നതിനായി ഹിന്ദി ഭാഷയുടെ വ്യാപനം സഹായിക്കുമെന്നും പാർട്ട് 17 ആർട്ടിക്കിൾ 351 വ്യക്തമാക്കുന്നു. മേൽപ്പറഞ്ഞ നിർദ്ദേശങ്ങളും ജസ്റ്റിഷ്യബിൾ അല്ല, എന്നിരുന്നാലും ഭരണഘടനയുടെ എല്ലാ ഭാഗങ്ങളും അനിവാര്യമാണെന്ന അടിസ്ഥാനത്തിൽ ജുഡീഷ്യറി അവയ്ക്ക് തുല്യ പ്രാധാന്യവും ശ്രദ്ധയും നൽകിയിരിക്കുന്നു.